الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും ആദരം നൽകുന്നു രക്ഷിതാക്കളെ, വിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ അവന്റെ ദീനിന്റെ മാർഗത്തിൽ അവന്റെ ഭവനത്തിൽ ഒരുമിച്ചിരിക്കാൻ നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമയം ചെലവഴിക്കുന്നവരെല്ലാം നാളെ സ്വർഗത്തിലേക്ക് ഉപകാരപ്പെടുന്ന ഒരു സ്വാലിഹായ സൽക്രമമായി സുഹൃത്തമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാണ്. ഇന്ന് നമ്മുടെ വിജ്ഞാന സദസ്സിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം എത്രയോ തവണ നമ്മൾ കേട്ട് പരിചയമുള്ള റമദാൻ മാസം കടന്നു വരുമ്പോൾ അതിന്റെ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏറെ അനുസ്മരിക്കുകയും ഓർക്കുകയും ചെയ്യുന്ന ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഇസ്ലാമിക ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ മുസ്ലിമീങ്ങൾക്ക് എമ്പാടും അനുഗ്രഹങ്ങൾ ലഭിച്ച മാസമാണ് റമദാൻ. ഹിജ്റയുടെ 8 റമദാനിന്റെ 19ാമത്തെ ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിജയിച്ചടക്കാൻ വേണ്ടി രാത്രി അവിടേക്ക് എത്തിയത്. ഹിജ്റയുടെ 8 റമദാൻ 20-നാണ് ചരിത്ര പ്രസിദ്ധമായ മക്ക വിജയം ഫത്ഹ് മക്ക നടക്കുന്നത്. അതേപോലെ തന്നെ ഹിജ്റയുടെ 2 റമദാൻ 17 ഒരു വെള്ളിയാഴ്ച ദിവസമാണ് ബദർ യുദ്ധം നടന്നിട്ടുള്ളത്. ഉഹദിലേക്കും ഖന്ദഖിലേക്കും ഹുനൈനിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തയ്യാറെടുപ്പുകൾ നടത്തുന്നത് റമദാൻ മാസത്തിലായിരുന്നു. അപ്രകാരം തന്നെ ചരിത്രം നമ്മൾ വീണ്ടും പരിചയം സഖീഫ് ഗോത്രം ഒന്നടങ്കം ഇസ്ലാമിലേക്ക് കടന്നു വന്നതും റമദാൻ മാസത്തിലാണ്. ഇങ്ങനെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പക്കൽ നിന്ന് ലഭിച്ച മാസമാണ്. എന്നാൽ ആ കൂട്ടത്തിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് യൗമുൽ ഫുർഖാൻ എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച സത്യവും അസത്യവും വേർതിരിഞ്ഞ യുദ്ധമാകുന്ന ബദർ യുദ്ധത്തെ സംബന്ധിച്ചാണ്. 8-ാം അധ്യായം അതിന്റെ 41-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഇൻ കുൻതും ആമൻതും ബില്ലാഹി വമാ അൻസൽനാ അലാ അബ്ദിനാ യൗമൽ ഫുർഖാനി യൗമൽ തഖൽ ജംആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസവുമായി ബന്ധപ്പെട്ട് നമുക്ക് വിശേഷിപ്പിക്കുന്നത് സത്യാസത്യത്തിന്റെ വിവേചനത്തിന്റെ ദിവസമായിരുന്നു എന്നാണ്. ആ ദിവസം 2 സംഘങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ ഏറ്റുമുട്ടിയ ആ ദിവസത്തിൽ
നമ്മുടെ ദാസന്റെ മേൽ നാം അവതരിപ്പിച്ചതിൽ നിങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് ഖുർആൻ ആ ദിവസത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നു. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾ തന്റെ ജീവിതത്തിൽ ബദറിന് മുമ്പും 5 or 6 ചെറിയ സൈനിക നീക്കങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും വലിയൊരു യുദ്ധമായി കലാശിക്കാതെ ചില കരാറുകൾ വ്യവസ്ഥകൾ വെച്ച് പ്രയാസങ്ങളില്ലാതെ അക്രമങ്ങളില്ലാതെ തിരിച്ചു പോരുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. എന്നാൽ ബദർ എന്നത് പ്രവാചക ജീവിതത്തിലെ ആദ്യത്തെ യുദ്ധമായി നമ്മൾ വായിക്കുകയാണ്, പഠിക്കുകയാണ്. യഥാർത്ഥത്തിൽ ബദറിന്റെ പൂർണ്ണമായ ചരിത്രത്തിനപ്പുറത്ത് ബദറിൽ നമ്മൾ കാണുന്ന ചില രംഗങ്ങൾ മാത്രമാണ് ഈ ഒരു സംസാരത്തിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ വെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അല്ലാഹു കേൾക്കാനും പഠിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാണ്. അബൂ സുഫിയാന്റെ കച്ചവട സംഘം ഷാമിലേക്ക് പോയിട്ടുണ്ട്. നല്ല കച്ചവടം നടന്നു. ആ കച്ചവടത്തിലൂടെ കിട്ടുന്ന ലാഭം കൊണ്ട് മദീനയെ ആക്രമിക്കണമെന്നതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ആ കച്ചവടത്തിൽ 30-40 ആളുകളുണ്ട് എന്നും 1000 ഒട്ടകങ്ങളാണ്, 50,000 ദീനാറുകളാണ് അവിടെ പക്കലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഖുറൈശികളുടെ കച്ചവട സംഘം വരുന്നുണ്ട്, അതിന് സമ്പത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനെ അധീനപ്പെടുത്തി തന്നേക്കാം, അതുകൊണ്ട് എല്ലാവരും അതിലേക്ക് പുറപ്പെടുക എന്ന്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, സ്വന്തമായി വാഹനമുള്ളവരോട് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെടാൻ വേണ്ടി പറഞ്ഞത്. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഞാൻ തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല, അതിന്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ആക്ഷേപം എനിക്ക് ലഭിച്ചു. പക്ഷെ ബദറിലും ഞാൻ പങ്കെടുത്തിട്ടില്ല. പക്ഷെ ബദറിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ റസൂലുള്ളാഹി ഒരാളെയും ആക്ഷേപിച്ചിട്ടില്ല എന്ന്. കാരണം ഒരു കച്ചവട സംഘത്തെ തടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലേക്ക് പോകുന്നത്. എവിടെയാണ് ബദർ? വിശുദ്ധ മദീനയിൽ നിന്ന് 150 കിലോമീറ്റർ അകലെയാണ് ബദർ എന്ന് പറയുന്ന പ്രദേശം കിടക്കുന്നത്. ഇനി പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനിന്റെ 2ാമത്തെ ശനിയാഴ്ച ബദറിലേക്ക് പുറപ്പെടുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് പോകുക. അതൊരു വിശ്വാസിയുടെ അടുക്കും ചിട്ടയുമാണ്. അബ്ദുല്ലാഹി ഇബ്നു മക്തൂം റളിയല്ലാഹു അൻഹുവിനെ മദീനയിലെ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചു. അബൂ ലുബാബ അൽ-അൻസരി റളിയല്ലാഹു അൻഹുവിനെ മദീനയുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. അങ്ങനെ മദീനയിൽ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു വെച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലേക്ക് പുറപ്പെടുന്നത്. 300 ശിലാനിൽ വരുന്ന ആളുകൾ, വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകളാണ്. 110, 13, 17, 14 അഭിപ്രായങ്ങൾ പറഞ്ഞ ആളുകളുണ്ട്. നമുക്ക് ഒറ്റടിക്ക് പറയാൻ കഴിയും 300 ശിലാനമാണ്. അതിലാകെ 2 കുതിരകളാണ്. അതേപോലെ തന്നെ ഈ 300 ശിലാനിൽ വരുന്ന ആളുകൾക്ക് യാത്ര ചെയ്യാൻ 70 ഒട്ടകങ്ങളാണ്. അതേപോലെ തന്നെ 100 അങ്കികളാണ്. ഇതിനധികം റമദാൻ മാസത്തിലായതുകൊണ്ട് തന്നെ ശക്തമായ ചൂടുള്ള ആ കാലാവസ്ഥയിൽ അവർ പോകുന്നത് ഒരു ഒട്ടകത്തിന്റെ പുറത്ത് 3 ആളുകൾ കയറി ഊഴം വെച്ച് സഞ്ചരിച്ചുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഹനത്തിന്റെ പുറകിൽ അലി റളിയല്ലാഹു അൻഹു ഉണ്ട്. അതുപോലെ തന്നെ മർസദ് ബിൻ അബീ മർസദ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഇവരിങ്ങനെ മാറി മാറി ഊഴം വെച്ചുകൊണ്ടാണ് പോകുന്നത്. മണൽ പരപ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്ര കണ്ടിട്ട് രണ്ടിലൊരാൾ പറയുന്നുണ്ട്, പ്രവാചകരെ, താങ്കൾ ഈ ഒട്ടകത്തിന്റെ പുറത്തേക്ക് കയറിപ്പോൾ ഞങ്ങൾ കടന്നുകൊള്ളാമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങളെ പോലെ അല്ലാഹുവിന്റെ പ്രതിഫലം ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ എന്നേക്കാൾ ശക്തരല്ല, അതുകൊണ്ട് നമുക്ക് മാറി ഊഴം വെച്ച് പോകാം എന്നാണ് പറയുന്നത്. നോക്കൂ, നിങ്ങൾ അപ്പുറത്താകേണ്ട ശത്രു തലവൻ അബൂ സുഫിയാനാണ്. എന്നാൽ ഇന്ന് നമ്മൾ അബൂ സുഫിയാന്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയും. എന്നാൽ ഇത് പറ്റാത്ത വിഭാഗങ്ങളുടെ ശിയാക്കൾ, അവർ അബൂ സുഫിയാന്റെ പേര് കേൾക്കുമ്പോൾ ഇന്നും തർളിയത്ത് ചൊല്ലാൻ പഠിക്കുന്നവരാണ്. ശരി, അബൂ സുഫിയാൻ തന്ത്രക്കാരനാണ്, കുതന്ത്രക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടുന്ന്
പുറപ്പെടുന്നതിന് മുന്നേ തന്നെ രണ്ടാളുകളെ ബദറിന്റെ മാർഗം പെടുന്നുണ്ട്. വഴിയിൽ എന്താണ് അബൂ സുഫിയാന്റെ നീക്കങ്ങൾ എന്നറിയാൻ വേണ്ടി അബൂ സുഫിയാൻ ഈ കാര്യം മുൻകൂട്ടി മനസ്സിലാക്കുകയും അറിയുകയും ചെയ്തു. ലംലം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ മക്കയിലേക്ക് പറഞ്ഞയച്ചു. തന്റെ കുതിരയുടെ മൂക്ക് ചെത്തി വസ്ത്രം വലിച്ചു കീറി അദ്ദേഹം മദീനയിൽ എത്തിയിട്ട് ഒരു ഭീകരമായ അന്തരീക്ഷമാണ് വഴിയിലുള്ളത് എന്ന് അവർ ധരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം വിളിച്ചു പറഞ്ഞു, നാശമാണ്, നാശമാണ്. നമ്മുടെ കച്ചവട സംഘത്ത് കളിക്കാൻ ഇതാ മുഹമ്മദ് കൂട്ടരും മദീനയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്തുകൊണ്ടും വില കൊടുത്ത് അതിനെ നിങ്ങൾ തടയണമെന്നാണ്. ഇത് കേട്ട ഉടനെ അബൂജഹൽ അവൻ പറഞ്ഞു, എല്ലാവരും പുറപ്പെടണം, ഒരാളും ഇടവില്ല. അങ്ങനെയാണ് 1300 ചില്ലാനം വരുന്ന ആളുകളുമായി അബൂജഹൽ ബദറിലേക്ക് പുറപ്പെടുന്നത്. ഇവിടെയാണ് യാത്രാമധ്യേ അബൂ സുഫിയാൻ ബദറിന്റെ അരികിലെത്തിയപ്പോൾ, അടുത്ത ഒരു പ്രദേശത്തെത്തിയപ്പോൾ മുജിദ്ദി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കണ്ടു. അദ്ദേഹത്തോട് ചോദിച്ചു, ഈ വഴിയിൽ എന്തെങ്കിലും പ്രയാസമുണ്ടോ? അദ്ദേഹം പറഞ്ഞൊന്നുമില്ല. പക്ഷെ രണ്ടാളുകൾ ഇവിടെ വന്നിട്ട് ആ ജലതടാകത്തിന്റെ അരികിൽ വന്ന് അവർ വെള്ളം കുളിച്ച് പോയിട്ടുണ്ട്. അവരുടെ ഒട്ടകം അവിടെ മുട്ടുകുത്തിയിട്ടുണ്ട്. അബൂ സുഫിയാൻ ചോദിക്കുകയാണെങ്കിൽ ആ ഒട്ടകം മുട്ടുകുത്തിയ ആ സ്ഥലം എനിക്കൊന്ന് കാണിച്ചു തരുമായിരുന്നു. അത് കാണിച്ചു കൊടുത്തപ്പോൾ അബൂ സുഫിയാൻ അവിടെ ഒട്ടകത്തിന്റെ കാഷ്ടം കിടക്കുന്നുണ്ട്. ആ കാഷ്ടം കയ്യിലെടുത്ത് പരിശോധിച്ചിട്ട് പറയാണ്, അല്ലാഹു തന്നെയാണ് സത്യം, ഇത് മദീനയിലെ കാരക്ക തിന്ന ഈത്തപ്പഴം തിന്ന ഒട്ടകമാണ്. അബൂ സുഫിയാനിന്റെ കുതന്ത്രവും തന്ത്രവും ബുദ്ധിയും ശ്രദ്ധയും ജാഗ്രതയും എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് ആ ഒരു പ്രവർത്തനത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അബൂ സുഫിയാൻ മനസ്സിലായി, മദീനക്കാരായ ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ കടൽ മാർഗം ഗതി മാറ്റി മക്കയിലേക്ക് രക്ഷപ്പെട്ടു. ഇവിടെ നമ്മുടെ ഒന്നാമത്തെ പാഠം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലേക്ക് എത്തുമ്പോൾ അബൂ സുഫിയാനെ അല്ല കാണുന്നത്, അബൂജഹലിന്റെ സൈന്യത്തെയാണ് കാണുന്നത്. നമ്മൾ ആലോചിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറിഞ്ഞ കാര്യം അറിയുമായിരുന്നെങ്കിൽ, ഗൈബിയായ കാര്യം അറിയുമായിരുന്നെങ്കിൽ അബൂ സുഫിയാൻ പോയ വിവരം പ്രവാചകൻ അറിയണമായിരുന്നു ജീവിതകാലത്ത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറിഞ്ഞ കാര്യങ്ങൾ അറിയാനുള്ള കഴിവില്ല, അല്ലാഹു അറിയിച്ചു കൊടുത്തതല്ലാതെ എന്ന് അവിടെ തെളിയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യമാണ്, എനിക്കെങ്ങാനും മറഞ്ഞ കാര്യം അറിയുമായിരുന്നെങ്കിൽ ഞാൻ നന്മയിൽ മുൻകടക്കുമായിരുന്നു എന്നെ തിന്മ ബാധിക്കുമായിരുന്നില്ല. ഈ പ്രവാചകൻ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ആളുകൾ ഇന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്നതാണ്, നമ്മൾ ഇന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു അറിയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുന്നുണ്ട്, പ്രവാചകൻ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്ന്. യഥാർത്ഥത്തിൽ ബദർ അവർക്കുള്ള മറുപടിയാണ്. അബൂ സുഫിയാൻ രക്ഷപ്പെട്ട് കൈസിനെ ഒരു കത്തുമായി തിരിച്ചുപോയി. അവിടെ 3 ദിവസമെങ്കിലും താമസിച്ച് അവരെ പേടിപ്പിച്ച് ഭയപ്പെടുത്തിയിട്ടല്ലാതെ നമ്മൾ മടങ്ങി വരികയില്ല എന്നാണ് യഥാർത്ഥത്തിൽ അബൂജഹൽ പറയുന്നത്. ഇത് കേട്ട ഉടനെ 300 ചില്ലാനം വരുന്ന ആളുകൾ മക്കയിലേക്ക് മടങ്ങി. അബൂ സുഫിയാൻ രക്ഷപ്പെട്ടെങ്കിൽ ഇനി എന്തിനാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത് എന്നാണ്. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ അവസ്ഥയെക്കുറിച്ച്, ഈ 2 സൈന്യത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻഫാലിന്റെ 42-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഇത് അൻതും ബിൽ ഉദുവത്തി ദുനിയ വഹും ബിൽ ഉദുവത്തിൽ ഖുസ്വ വറഖബു അസ്ഫല മിൻകും. വിശ്വാസികളെ നിങ്ങൾ നിലയുറപ്പിച്ച ആ സന്ദർഭം, അവരവിടെയും നിലയുറപ്പിച്ച ആ സന്ദർഭം നിങ്ങൾ ഓർക്കണം. എന്ന് മാത്രമല്ല, നിങ്ങളുടെ കണ്ണ് വെട്ടിച്ച് അബൂ സുഫിയാനും കൂട്ടരും വഴിമാറി സഞ്ചരിച്ച് രക്ഷപ്പെട്ട ആ സംഭവത്തെ കുറിച്ച് നിങ്ങൾ ഓർക്കണമെന്നാണ്. ആലോചിച്ചോക്ക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഉള്ളത് എന്താണ്? വലിയൊരു പട മുന്നിൽ വന്ന് നിൽക്കുന്നു. ഇനി എന്ത് ചെയ്യും? അബൂബക്കർ സിദ്ദീഖ് അള്ളാഹു സംസാരിച്ചു, ഉമർ റളിയല്ലാഹു അൻഹു സംസാരിച്ചു, മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹു സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞില്ലേ, പിന്നെ ബനൂ ഇസ്രായേലർ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞ വാചകം ഞങ്ങൾ പറയില്ല, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ ഹഉനാ ഖായിദുൻ. മൂസ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊള്ളാമെന്ന് പറയുന്ന വാചകം ഞങ്ങൾ പറയില്ല. ഇന്നാ മഅകും മുഖാതിലൂൻ, ഞങ്ങൾ അങ്ങയുടെ കൂടെ യുദ്ധം ചെയ്യാനുണ്ടാകുമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെല്ലാം കേൾക്കുമ്പോഴും ചോദിക്കുന്നുണ്ട്, അശീറു അലയ്യ അയ്യുഹന്നാസ്,
എന്താണ് ജനങ്ങളുടെ സംസാരം? ആ സമയത്ത് മദീനയിലെ നേതാവ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഅല്ലക തുരീദുന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് ഞങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്? അത് വ്യക്തമാണ്. എങ്കിൽ ഞങ്ങൾ അങ്ങയെ വിശ്വസിച്ചു, സത്യപ്പെടുത്തി, അങ്ങയെ അനുസരിക്കാമെന്ന കരാറ് നൽകി. ഇനി എന്താണോ അങ്ങ് ഞങ്ങൾക്ക് വിധിക്കുന്നത് അതിന്റെ മുന്നിൽ ഞങ്ങളുണ്ട്. അങ്ങ് ഒരിക്കലും യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടതില്ല. ഞങ്ങൾ യുദ്ധത്തിൽ സത്യസന്ധരാണ്, ഞങ്ങൾ ഭീരുക്കളല്ല, തിരിഞ്ഞോടില്ല. അങ്ങ് യുദ്ധത്തിൽ പങ്കെടുക്കാതെ ഞങ്ങൾ ഈ ബദറിൽ താങ്കൾക്ക് വേണ്ടി ഒരു ടെന്റ് കെട്ടും, ആ ടെന്റിൽ അങ്ങ് ഇരുന്നാൽ മതി. വിജയിക്കുകയാണെങ്കിൽ താങ്കൾ പുറത്തിറങ്ങി വരിക, അതല്ല പരാജയപ്പെടുകയാണെങ്കിൽ താങ്കൾ മദീനയിലേക്ക് തന്നെ തിരിച്ചു മടങ്ങുക. ഇവിടെ യുദ്ധം നടക്കുന്നുണ്ട് എന്നറിയാതെ മദീനയിൽ ഇപ്പോഴും കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവർ താങ്കളെ സംരക്ഷിക്കും, താങ്കളെ സ്നേഹിക്കുന്നവരാണ് അവർ. അതുകൊണ്ട് പരാജയമാണെങ്കിൽ താങ്കൾ അങ്ങോട്ട് മടങ്ങിക്കൊള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണ് കുളിർക്കും വിധമുള്ള വാചകമാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തീർച്ചയായും നമുക്ക് ഈ യുദ്ധത്തിൽ വിജയമുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി കൊടുക്കാൻ. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് സൈന്യത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് തരും. വലാ തകൂനു കല്ലദീന ഖറജു മിൻ ദിയാരിഹിം ബതറം വരിആ അന്നാസി വയസുദ്ദൂന അൻ സബീലില്ലാഹ്. വലാ തകൂനു എന്ന നിങ്ങൾ ഒരിക്കലും ആകരുത്. ആരെ പോലെ? കല്ലദീന ഖറജു മിൻ ദിയാരിഹിം ബതറം വരിആ അന്നാസ്, ഗർവ് കാണിച്ച് ലോകരെ കാണിക്കാൻ അഹങ്കാരത്തിന്റെ പട പോലെ നിങ്ങൾ ഒരിക്കലും മാറരുത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന്, വഴിയിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അബൂജഹലിന്റെ വിഭാഗത്തെ കുറിച്ച്, ആ ടീമിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. കാരണം ഒരു ദിവസത്തിൽ 9ഉം 10ഉം ഒട്ടകങ്ങളെ അറുത്ത് അതിന്റെ മാംസം കഴിച്ച് കള്ളുകുടിച്ച് സ്ത്രീകൾ നൃത്തമാടി ആഘോഷിക്കുകയാണ് അവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും പ്രാർത്ഥനയിൽ കഴിച്ചു കൂട്ടുന്ന നിമിഷം. ഈ സഹോദരങ്ങളെ, ചരിത്രം നമ്മൾ ചുരുക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് വിശ്വാസികളെ ബദറിൽ സഹായിച്ചത്? അംഗബലം ഉണ്ടായിട്ടാണോ? ആയുധബലം ഉണ്ടായിട്ടാണോ? ബദരീങ്ങളെ നോക്കി, ബദറിൽ പങ്കെടുക്കുന്ന സ്വഹാബികളെ നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറയുന്നറിയോ? ആ ബദരീങ്ങളെ നോക്കിക്കൊണ്ട് പറയണം, അല്ലാഹുവേ, തീർച്ചയായും ഇന്നഹും ഹുഫാത്തുൻ ഫഹ്മിൽഹും, ഇവർ കാലിൽ ചെരുപ്പ് ധരിക്കാനില്ലാത്തവരാണ്, അതുകൊണ്ട് നീ ഇവരെ ചെരുപ്പുടിപ്പിക്കണം. വഇന്നഹും ഉറാത്തുൻ ഫക്സൂഹും, ഇവർ നേരെ ചൊവ്വേ വസ്ത്രം ഉടുക്കാനില്ലാത്തവനാണ്, അതുകൊണ്ട് നീ ഇവരെ ഉടുപ്പിക്കണം. അല്ലാഹുമ്മ ഇന്നഹും ജിയാഉൻ, അല്ലാഹുവേ, ഇവർ വിശപ്പുള്ളവരാണ്, അവർക്ക് നീ ഭക്ഷണം നൽകണം. അപ്പൊ ചെരുപ്പില്ലാത്ത, നേരാവണ്ണം വസ്ത്രം ഉടുക്കാനില്ലാത്ത, വിശപ്പകറ്റാൻ ഭക്ഷണമില്ലാത്ത ഒരു സംഘവുമായി കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലേക്ക് വന്നത്. എങ്കിൽ സഹോദരങ്ങളെ, എങ്ങനെയാണ് വിജയിച്ചത്? അത്ഭുതമല്ലേ ബദർ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൽ തവക്കുലാക്കി, അള്ളാഹുവിനോട് ഒരു കൊച്ചുകുട്ടിയെ പോലെ ആവശ്യത്തിന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു. തീർച്ചയായും ബദർ ഒരു പ്രാർത്ഥനയുടെ വിജയമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിനപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളെ എമ്പാടും അവർ ഉദ്ദേശിക്കാത്ത രൂപത്തിൽ, അവർ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ ബദറിൽ സഹായിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിഭാഗത്തെ സഹായിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ, ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ സ്ഥാനം കൊടുക്കാൻ ഉദ്ദേശിച്ചാലും ആദ്യം ചെയ്യുക അവർക്ക് പരീക്ഷണങ്ങൾ മുന്നിലിട്ട് കൊടുക്കുന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല, ഏറ്റവും കൂടുതൽ പരീക്ഷണം ഉണ്ടാകുക ആർക്കാണ്? അൽ അംബിയ, അംബിയാക്കൾക്കാണ്. പിന്നെ ആരാണ്? സ്വഹാബികൾ ചോദിച്ചു. അവരെ തുടർന്ന് വരുന്ന ആളുകൾ. പിന്നെ ആരാണ്? അവരെ തുടർന്ന് വരുന്ന ആളുകൾ. ഒരു മനുഷ്യന്റെ ദീന് എത്രത്തോളം കഠിനമാകുന്നോ, കടുപ്പമാകുന്നുവോ, അത്രത്തോളം ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. ഇതിനധികം ഖന്തഖ് യുദ്ധം കഴിഞ്ഞിട്ട് സ്വഹാബത്ത് മദീനയിലേക്ക് മടങ്ങി വന്ന സമയത്ത് ജിബ്രീൽ വാനം ഇറങ്ങിയിട്ട് പറയാണ്, റസൂലേ, വാളെടുത്ത് വെക്കാറായിട്ടില്ല, മലക്കുകൾ വാളെടുത്ത് വെച്ചിട്ടില്ല, അതുകൊണ്ട് ബനൂ ഖുറൈള ജൂതഗോത്രത്തിനെതിരെ പുറപ്പെടണമെന്നാണ്. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ, പ്രിയപ്പെട്ടവരെ, ബദർ മുന്നിൽ വരുമ്പോൾ എന്താ ചെയ്തത്? ആ ബദർ യുദ്ധം സംഭവിക്കുമ്പോൾ എന്താ ചെയ്തത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലമ്മാ കാന യൗമി ബദരിൻ നളർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളിലേക്ക് നോക്കാൻ. വഹും അൽഫും വസിയാദ, അവർ 1000 അതിലധികവും ഉണ്ട്. എന്താ ചെയ്തത്? ഇവിടെ ആയുധങ്ങൾ കൂട്ടല്ല, ആൾബലം ഉണ്ടാക്കല്ല. ഇതിനധികം ബദറിലേക്ക് പുറപ്പെടാൻ നിൽക്കുന്ന ആളുകളെ വരെ
ഹുദൈഫ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പിതാവ്, ഇവർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നവരാണ്. ഇവർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്ന സമയത്ത് ഖുറൈശികൾ തടഞ്ഞു വെച്ചപ്പോ ഖുറൈശികൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്തിനാണ് പോകുന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾ മദീനയിൽ ആദർശ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ മദീനയിലെത്തിയാൽ ഞങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുമോ എന്നാണ്. അവർ പറഞ്ഞു, ഞങ്ങൾ യുദ്ധം ചെയ്യില്ല, ഞങ്ങൾ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാനാണ് പോകുന്നത്. അതിനുശേഷമാണ് ബദർ ഉണ്ടാകുന്നത്. ഇവർ കൊടുത്ത വാക്കെന്താ? മക്കയിലെ മുശ്രിക്കുകൾക്ക് ഇവർ കൊടുത്ത വാക്കെന്താ? മദീനയിലെത്തിയാൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾ യുദ്ധം ചെയ്യില്ല എന്നാണ്. ബദറിന് പുറപ്പെടാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് വന്നിട്ട് അനുവാദം ചോദിക്കാൻ മഹാനായ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, ഞങ്ങൾ മക്കയിൽ നിന്ന് പോരുന്ന സമയത്ത് ഖുറൈശികൾക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, മദീനയിൽ എത്തിയാൽ നിങ്ങൾക്കെതിരെ യുദ്ധത്തിന് ഒരിക്കലും ഞങ്ങൾ വരില്ല എന്ന്. എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ യുദ്ധത്തിന് വരണോ കരാറ് പാലിക്കണോ എന്ന്. ആലോചിങ്ങൾ, ഒരാളെ കിട്ടിയാൽ, ഒരു മനുഷ്യനെ കിട്ടിയാൽ കൂടെ നിർത്തേണ്ട യുദ്ധമാണ് ബദർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയാണ്, നീയും നിന്റെ പിതാവും ഖുറൈശികൾക്ക് ആ വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാക്ക് നിങ്ങൾ പാലിക്കുക, കരാറ് പാലിക്കുക എന്നാണ്. വിശ്വാസികൾ, നമ്മൾ ആലോചിക്കുക, ബദർ നമുക്ക് കിട്ടുന്ന ഏറ്റവും മഹത്തായ പാഠങ്ങളിൽ ഒന്നാ തന്നെയാണ് കരാറ് പാലനം. നമ്മുടെ വാക്കുകൾക്ക് എന്ത് വിലയുള്ളത്? നമ്മൾ എത്ര വാക്കുകൾ വാചകങ്ങൾ പറയാറുണ്ട്? എത്ര മനുഷ്യന്മാരുടെ സമയം നമ്മൾ ഇതാ ഇന്ന സമയത്ത് എത്തും പറഞ്ഞ് നമ്മൾ നഷ്ടപ്പെടുത്താറുണ്ട്? എത്ര മനുഷ്യന്മാരുടെ സ്വത്ത് നമ്മുടെ കയ്യിലുണ്ട്, ഇന്ന അവധി നമ്മൾ ചോദിച്ചിട്ടുണ്ട്, അത് നമ്മൾ ഫോൺ എടുക്കും, അത് നമ്മൾ വിളിച്ചാൽ അതിന് നമ്മൾ റീപ്ലൈ കൊടുക്കും, ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ബദറിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളെ കിട്ടിയാൽ കൂടെ നിർത്തേണ്ട സമയത്ത് പോലും അത് ശത്രുക്കൾക്ക് കൊടുത്ത വാക്കല്ലേ, അവരുമായിട്ടല്ലേ യുദ്ധം എന്നല്ല പറഞ്ഞത്. ആ വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കരാറ് പാലിക്കണമെന്ന് പഠിപ്പിച്ചു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അലുചകെ റസൂലുള്ളാഹി പ്രാർത്ഥിക്കാൻ ഫമദ്ദ യദഹു, കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. വഅലൈഹി ബുർദത്തുൻ, പ്രവാചകന് ഒരു തട്ടം ഇട്ടിട്ടുണ്ട്. ആ തട്ടം താഴെ പോകുമാറ് പ്രാർത്ഥിക്കുമ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, റസൂലേ കഫാക യാ റസൂലല്ലാഹ്, അങ്ങ് മതിയാക്കി, അള്ളാഹു താങ്കളോട് നൽകിയ വാഗ്ദാനം പൂർത്തീകരിക്കും, അത് താങ്കൾ ഒരിക്കലും പ്രയാസപ്പെടേണ്ടതാണ്. അവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങളെ ഞാൻ ബദറിൽ സഹായിക്കുമെന്ന വാക്ക് കൊടുക്കുന്നത്. റസൂൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തു, ബദറിൽ ഇന്ന ആളുകൾ ഇവിടെയാണ് മരണപ്പെട്ട് കിടക്കുക. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, റസൂൽ പറഞ്ഞ ഭാഗത്തുനിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരാൾ മാറിയിട്ടില്ല എന്നാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ബദർ കഴിയും വരെ സുജൂദിൽ കിടന്ന് പ്രാർത്ഥിച്ചു. അല്ലാഹു പറയാൻ, ഇത് തസ്തഈസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. ഇത് തസ്തഈസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് സഹായം തേടിയ സന്ദർഭം, ഫസ്തജാബ ലക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്. അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ, തുടരെ തുടരെ ഇറങ്ങുന്ന മലക്കുകളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. മറ്റൊരായത്തിൽ അല്ലാഹു പറയാണ്, വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല, നിങ്ങൾ ബദറിൽ ദുർബലരായിരിക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഇനി യുദ്ധം തുടങ്ങാൻ പോകാൻ. ആ യുദ്ധം ആരംഭിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു മോശപ്പെട്ട പ്രകൃതമുള്ള ഒരു മനുഷ്യൻ, അസ്വദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ആരംഭിച്ചിട്ടില്ല, അതൊന്ന യുദ്ധം ആരംഭിച്ചിട്ടില്ല. ആ യുദ്ധത്തിന്റെ മുന്നേ തന്നെ അദ്ദേഹം പറയാണ്, ഞാൻ മുസ്ലിമീങ്ങളുടെ ജലസംഭരണിയിൽ നിന്ന് വെള്ളം കുടിക്കും, ഒരാൾക്കും എന്നെ തടുക്കാൻ കഴിയില്ല, ഇനി ഞാനത് കുടിക്കുവോളം ആരെങ്കിലും എന്നെ ആക്രമിക്കുകയാണെങ്കിൽ അതിന്റെ പേരിൽ ഞാൻ മരിക്കാനും തയ്യാറാണ്. യുദ്ധം ആരംഭിച്ചില്ല. അപ്പോഴേക്കും ഈ അസ്വദ് എന്ന് പറയുന്ന മനുഷ്യൻ ഈ പടയ്ക്ക് സൈന്യമൊക്കെ കണ്ടിട്ട് എന്തായാലും നമുക്ക് തന്നെ ആകും വിജയം എന്ന് വിചാരിച്ചിട്ട് മുന്നിലേക്ക് ഇറങ്ങി ചാടിയതാണ്. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ആ മനുഷ്യന്റെ കണങ്കാലിന്റെ പകുതിക്ക് വെട്ടുകയും ആ മനുഷ്യനെ ആ രൂപത്തിൽ മനുഷ്യന്റെ കഥ കഴിക്കുകയും ചെയ്തു എന്നാണ്. എന്നാൽ ശത്രുഭാഗത്ത് നിന്ന ആളുകൾ നമ്മൾ അലിച്ചോക്കാം, ഉത്തുബ, ഷൈബ, വലീദ്, അവരുടെ ഏറ്റവും വലിയ തലമുതിർന്ന നേതാക്കന്മാരാണ്. മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് നിന്ന് ആദ്യം നിന്നത് ഔഫാണ്. അതുപോലെ തന്നെ മുഅവ്വദും അബ്ദുല്ലാഹി റബാഹയും, ഇവരൊക്കെ അൻസാരികളാണ്. അവ ഈ ഖുറൈശികൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഇവരെയല്ല ആവശ്യം, ഈ ഭീരുക്കളായി ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പോയ മനുഷ്യന്മാരുണ്ടല്ലോ, അഥവാ മുഹാജിറുകളെയാണ്, മക്കക്കാരെയാണ് ഞങ്ങൾക്ക് ആവശ്യം എന്നാണ്. റസൂലുള്ളാഹി മൂന്നാളുകളെ വിളിച്ചത്, ഹംസ, അലി, അതുപോലെ തന്നെ ഉബൈദ റളിയല്ലാഹു അൻഹു. ഈ മൂന്നാളുകളും മുന്നിലേക്ക് നിന്നു. ഹംസ റളിയല്ലാഹു അൻഹു ഷൈബയുമായി ഏറ്റുമുട്ടി, അലി റളിയല്ലാഹു അൻഹു വലീദുമായി ഏറ്റുമുട്ടി. ഉത്ബയും ഉബൈദ റളിയല്ലാഹു അൻഹു തമ്മിൽ കുറച്ചു നേരം പോരാട്ടം നടന്നു. ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ തൊടഭാഗത്ത്
ഉത്തുബ വെട്ടി, യുദ്ധത്തിൽ പ്രയോഗിക്കാൻ പാടില്ലാത്ത ചതിപ്രയോഗം നടത്തിയിട്ട് അദ്ദേഹം തുടയിൽ വെട്ടി. ആ ഉത്തുബയുടെ കഥ അലി റളിയല്ലാഹു അൻഹു ഹംസ റളിയല്ലാഹു അൻഹു കൂടി കഴിക്കുകയും അവസാനം ഉബൈദ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് കൊണ്ടുവരാൻ. അപ്പൊ അദ്ദേഹത്തിന്റെ കാലിൽ മുറിവുണ്ട്, രക്തം വാർന്നൊലിക്കുന്നുണ്ട്. ഉബൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, ഞാൻ ബദറിൽ പങ്കെടുത്ത് ഷഹീദാകണം എന്ന് വിചാരിച്ച ആളാണ്. ഞാനിപ്പോ ആ ബദറിൽ നിന്ന് എന്നെ ആളുകൾ കൊണ്ടുവന്നിരിക്കുന്നു. ഞാനിപ്പോൾ മരിച്ചാൽ എനിക്ക് ഷഹീദിന്റെ കൂലിയുണ്ടോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉബൈദ, നീ എവിടെ കിടന്ന് മരിച്ചാലും നിനക്ക് ഷഹീദിന്റെ കൂലിയുണ്ട് എന്ന്. സ്വഹാബത്തിന്റെ ആഗ്രഹങ്ങൾ ആലോചിച്ചോക്കെ, സ്വഹാബത്തിന്റെ പൂരി നമ്മൾ ആലോചിച്ചോക്കെ. ശരീരത്തിൽ മുറിവേൽക്കുമ്പോഴും വെട്ടേൽക്കുമ്പോഴും രക്തം ചിന്തിയൊലിക്കുമ്പോഴും അവരെ സംബന്ധിച്ചിടത്തോളം സ്വർഗം കിട്ടണം എന്ന ആഗ്രഹമാണ്. യുദ്ധം ആരംഭിക്കുന്ന സമയത്താണ് റസൂലുള്ളാഹി പറഞ്ഞത്, ആ രക്തരൂക്ഷിതമായ പോരാട്ടം നടക്കുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഖൂമു ഇലാ ജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർദ്, ആകാശഭൂമിയോളം പ്രവിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ മത്സരിച്ചുകൊള്ളൂ, നിങ്ങൾ മുന്നിട്ടുകൊള്ളൂ എന്നാണ്. ഈ സമയത്താണ് ഉമൈർ ഇബ്നു ഹുമാം അൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ വാചകം കേട്ടപ്പോൾ റസൂലുള്ളാഹിയോട് ചോദിക്കുക, റസൂലേ, സ്വർഗം ആകാശഭൂമികളെക്കാൾ വിശാലത ഉണ്ടോ? അദ്ദേഹം അപ്പൊ കേൾക്കണം, ചെറിയ പ്രായമാണ്. സ്വർഗം ആകാശഭൂമികളെക്കാൾ വിശാലത ഉണ്ടോ? റസൂലുള്ളാഹി പറഞ്ഞു, അതെ, സ്വർഗം ആകാശഭൂമികളെക്കാൾ വിശാലമാണ്. അദ്ദേഹം കാരക്ക കടിച്ചുകൊണ്ടിരിക്കാൻ ബഹിൻ ബഹിൻ എന്ന് പറഞ്ഞു. അറബികൾ അത്ഭുതം കൂറുമ്പോൾ ആശ്ചര്യം തോന്നുമ്പോൾ പറയുന്നൊരു വാചകമാണ്. അത് പറഞ്ഞ് ആ കാരക്ക അദ്ദേഹം വലിച്ചെറിഞ്ഞു. റസൂലുള്ളാഹി ചോദിക്കണം, എന്തിനാ കാരക്ക തുപ്പിക്കളഞ്ഞത്, വലിച്ചെറിഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, റസൂലേ, സ്വർഗം ആകാശഭൂമികളെക്കാൾ വിശാലമാണെങ്കിൽ എന്തിനാണ് ഈ കാരക്ക തിന്നിട്ട് ഇവിടെ സമയം കളയണത്? ഇന്നഹാ ലഹയാത്തുൻ തവീല, അത് സുദീർഘമായൊരു സമയമല്ലേ, അതെന്താ നേരം കളയണത് എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രിയപ്പെട്ടവരെ ബദറിലേക്ക് എടുത്തു പോവുകയും അദ്ദേഹം ശുഹദാക്കളുടെ കൂട്ടത്തിൽ നമ്മൾ എണ്ണുകയാണ്. ഇവിടെയാണ് ആ യുദ്ധത്തിന്റെ രംഗങ്ങൾ നമ്മൾ കാണുന്നത്. മുആദ് ബിൻ അഫ്ര, മുഅവ്വദ് ബിൻ അംർ അൽ ജുമൂഹ് എന്ന് പറയുന്ന രണ്ട് കുട്ടികൾ, അവര് മദീനക്കാരാണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, അമ്മാവ, ആരാണ് ഈ അബൂജഹൽ? ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണമെന്നാണ്. അപ്പൊ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു ഈ കുട്ടികളോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾക്ക് അബൂജഹലിന്? അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിൽ ഏറ്റവും കൂടുതൽ ആക്രമിച്ചത് അബൂജഹലാണ് എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ കുട്ടികൾ കണ്ടിട്ടില്ല, ഇവർ മദീനക്കാരാണ്. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ എനിക്ക് വരെ ലജ്ജ തോന്നി. ഈ കുട്ടികൾ പാഞ്ഞെടുത്തിട്ട് അബൂജഹലിനെ വധിച്ചു. ഈ രണ്ട് ചെറിയ കുട്ടികളുടെ കരങ്ങളാലാണ് ശത്രുതലവന്റെ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ കുറിച്ചത്. എന്നിട്ട് രണ്ട് കുട്ടികളും പ്രവാചകന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയാണ്, ഞാനാണ് കൊന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാള് കാണിച്ചു തരാൻ പറഞ്ഞു. അപ്പൊ രണ്ടുപേരും വാള് കാണിച്ചു. രണ്ടുപേരുടെയും വാളിന്റെ തുമ്പത്ത് യഥാർത്ഥത്തിൽ അബൂജഹലിന്റെ രക്തം ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരുമാണ് അബൂജഹലിനെ വകവരുത്തിയതെന്നാണ്. അതിലൊരു കുട്ടി യഥാർത്ഥത്തിൽ ബദറിൽ ഷഹീദാവുന്നുണ്ട്. ഗനീമത്ത് സ്വത്ത് മറ്റേ കുട്ടിയുടേത് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മറ്റൊരു കുട്ടിക്കാണ് യഥാർത്ഥത്തിൽ സമ്മാനിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ബദറിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ രംഗം നമുക്ക് കാണാം. ബിലാൽ റളിയല്ലാഹു അൻഹു ഭ്രാന്തനെ പോലെ വാളേന്തി വിളിച്ചു പറയുന്നത്, ലാ നജൗതു ഇന്നജ, ഉമയ്യത്ത് രക്ഷപ്പെട്ടാൽ പിന്നെ ഞാൻ രക്ഷപ്പെടില്ല എന്നാണ്. കാരണം മക്കയിൽ ബിലാൽ റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ അക്രമം ആര് നടത്തിയെന്ന് ചോദിച്ചാൽ ഉമയ്യത്താണ് നേതൃത്വം കൊടുത്തത്. ജബൽ അബി ഖുബൈസിന്റെ മുകളിൽ നിന്ന് വീപ്പയിലാക്കി താഴത്തേക്ക് ഉരുട്ടിയിരുന്നു. കാലിൽ ചങ്ങലയിട്ടിട്ട് വിപരീത ദിശയിലേക്ക് വലിക്കാൻ വേണ്ടി കൊടുത്തിരുന്നു. ദാഹിച്ചു വലയുമ്പോ കാർക്കിച്ച് തുപ്പിയിരുന്നു. ചാട്ടമാറുകൊണ്ട് ശക്തമായി പ്രഹരിച്ചിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു അത്രത്തോളം പീഡിപ്പിച്ച ഉമയ്യത്തിനെ തെരഞ്ഞു നടക്കാൻ. എന്നിട്ട് പറയാണ്, ഉമയ്യത്ത് രക്ഷപ്പെട്ടാൽ പിന്നെ ഞാൻ രക്ഷപ്പെടില്ല എന്ന്. അവസാനം ഉമയ്യത്തിന്റെ കഥ കഴിക്കുന്നത് ബിലാൽ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ സഹോദരങ്ങളെ, ബദറിൽ മനോഹരമായ പാഠങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട സംഗതി ഉണ്ട്. അതെന്താണെന്നറിയോ? ഒന്ന്, ബദറിൽ ആരുമായിട്ടാണ് അവർ പോരാടിയത്? ചോരയും തമ്മിലാണ് പോരാട്ടം. ഉപ്പ ഈ ഭാഗത്താണെങ്കിൽ മകൻ അപ്പുറത്തെ ഭാഗത്ത്, അമ്മാവനും മരുമകനും. അല്ലേ? നിങ്ങൾ ആലോചിച്ചോക്കെ, അബൂ ഉബൈദ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകളിൽ പ്രമുഖനാണ്. അദ്ദേഹം പോരാടിയത് അദ്ദേഹത്തിന്റെ പിതാവ് അൽ ജറാഹ് എന്ന് പറയുന്ന മനുഷ്യനായിട്ടാണ്.
സ്വന്തം പിതാവുമായിട്ടാണ് അദ്ദേഹം പോരാടുന്നത്. ഇനി രണ്ടാമത്തെ വ്യക്തി ആരാണ്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ അമ്മാവൻ അൽ ആസ് ബിൻ ഹിഷാം, അദ്ദേഹവുമായിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു പോരാടിയത്. എന്നിട്ട് ആ മനുഷ്യന്റെ കഥ കഴിച്ചിട്ട് വക വരുത്തിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ തെളിയിച്ചു, എന്റെ സത്യസന്ധത ഞാൻ തെളിയിച്ചിരിക്കുകയാണ്. എന്റെ ഹൃദയത്തിൽ ഈ മുശ്രിക്കുകളോട്, സത്യനിഷേധികളോട് യാതൊരു മമതയോ സ്നേഹമോ ഇല്ല എന്ന് ഞാനിതാ തെളിയിച്ചിരിക്കുകയാണ് എന്ന്. ഇനി മൂന്നാമത്തെ വ്യക്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ മകൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ബദർ നടക്കുമ്പോൾ ശത്രുക്കളുടെ ഭാഗത്താണ്. എന്നാൽ ബദർ കഴിഞ്ഞ് അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. അവസാനം കുറച്ച് നാളുകൾ, വർഷങ്ങൾ കഴിഞ്ഞിട്ട് വാപ്പയും മകനും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവും ഇരുന്നിട്ട് ബദറിന്റെ ചരിത്രം അനുസ്മരിക്കാൻ, ബദറിന്റെ ചരിത്രം അവർ ഓർക്കാൻ. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു മകൻ പറയാണ്, ഉപ്പ, ഞാൻ ബദറിൽ പോകുമ്പോഴേ എൻ്റെ വാളിന്റെ തലപ്പത്ത്, തുമ്പത്ത് പലപ്പോഴും ഉപ്പാനെ ഞാൻ കണ്ടിരുന്നു. പിതാവല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെറുതെ വിട്ടതാണ് എന്ന്. അബൂബക്കർ സിദ്ദീഖ് അള്ളാഹു ലോല ഹൃദയനാണ് അദ്ദേഹം എപ്പോഴും. പക്ഷെ അദ്ദേഹം ഇതിന് പ്രതികരിച്ചെന്ന് എങ്ങനെയെന്നറിയോ? മോനെ, ഞാൻ ബദറിൽ മുഴുവൻ തെരഞ്ഞു നടന്നത് നിന്നായിരുന്നു. വാപ്പയല്ലേ എന്ന് വിചാരിച്ച് ഞാൻ വെറുതെ വിട്ടതാന്ന് പറഞ്ഞപ്പോ ഞാൻ മുഴുവൻ തെരഞ്ഞു നടന്നത് നിന്നായിരുന്നു. ഇനി നാലാമത്തെ വ്യക്തി ആരാണ്? മിസ്അബ് റളിയല്ലാഹു അൻഹു. മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ സഹോദരൻ അബൂ അസീസ് ബിൻ ഉമൈർ ബദറിൽ ബന്ദിയായി പിടിക്കപ്പെട്ടു. രാത്രി സ്വഹാബികൾ അദ്ദേഹത്തെ തൂണിൽ കെട്ടിയിട്ടുകൊണ്ടിരിക്കുകയാണ്, ഓടിപ്പോകാതിരിക്കുക. ഈ സ്വഹാബികളുടെ അരികിൽ ചെന്നിട്ട് സ്വന്തം സഹോദരനോട് കുറിച്ചിട്ട് മിസ്അബ് റളിയല്ലാഹു പറയാണ്, ഉസ്തുദിയദൈകബി, നന്നായി മുറുക്കി കെട്ടിക്കൊന്നു. ആരെ? സ്വന്തം സഹോദരനെ. അപ്പൊ സഹോദരൻ ചോദിക്കാണ്, മിസ്സബേ, നീ എന്നെ കെട്ടാനാണോ പറയേണ്ടത്, അതല്ല എന്നെ അഴിച്ചുവിടാനാണോ പറയേണ്ടത്? അപ്പൊ പറയാണ്, നന്നായി മുറുക്കി കുട്ടിക്കോ, ഇവൻ ഓടിപ്പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇവനെ മോചിപ്പിക്കുമ്പോൾ ഇവന്റെ ഉമ്മ നല്ല പൈസക്കാരിയാണ്, ആ ഉമ്മ നല്ല പൈസ ഇങ്ങോട്ട് തരാൻ, പണം തരാൻ, ചെലവാക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഓടിപ്പോകണ്ട, മുറുക്കി കെട്ടിക്കൊന്ന. അത് ചോദിച്ചു, മിസ്സബേ, ഞാൻ നിന്റെ ഉമ്മാന്റെ മോനല്ലേ, നമ്മുടെ ഉമ്മ ഒന്നല്ലേ? ആ സമയത്ത് മിസ്അബ് റളിയല്ലാഹു അൻഹു പറഞ്ഞാണ്, നിന്നെ ഈ കെട്ടുന്ന ഈ സ്വഹാബികളുണ്ടല്ലോ, ഇവരാണ് എൻ്റെ യഥാർത്ഥ സഹോദരങ്ങൾ. സ്വന്തം സഹോദരനെ കെട്ടിയിടാൻ വേണ്ടി പറയാം. ഇനി അഞ്ചാമത്തെ വ്യക്തി മഹാനായ അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു ആണ്. എന്താ അദ്ദേഹത്തിന്റെ ചരിത്രം? ആരാണ് അദ്ദേഹത്തിന്റെ പിതാവ്? ഉത്ബയാണ്. ഈ ബദറിൽ മരണപ്പെട്ട മുശ്രിക്കുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കിണറ്റിൽ കൊണ്ടുപോയി തള്ളുന്നുണ്ട്. ഈ അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ഉത്ബയെ കിണറ്റിലേക്ക് ഇടുന്നത് നോക്കി കാണേണ്ടി വരികയാണ് സ്വന്തം മകന്. ഇദ്ദേഹത്തിന്റെ മുഖത്തൊരു പ്രയാസം, ഒരു വിഷമം, ഒരു സങ്കടം കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്താ പ്രയാസമുണ്ടോ, സങ്കടം ഉണ്ടോ, വേദന ഉണ്ടോ എന്ന്. അദ്ദേഹം പറയാം, റസൂലേ, ഒരു സങ്കടവും ഇല്ല. പക്ഷെ ഞാനൊന്ന് ആലോചിച്ചു പോയി, എൻ്റെ പിതാവാണ്, നല്ല തൻ്റെ ഇടമുള്ള മനുഷ്യനാണ്, നല്ല വിവേകമുള്ള മനുഷ്യനാണ്, നല്ല ബുദ്ധിയുള്ള മനുഷ്യനാണ്, പക്ഷെ അവസാനം ഇങ്ങനെയായി പോയല്ലോ എന്നൊരു സങ്കടം മാത്രമേ ഉള്ളൂ. എന്താ മനസ്സിലായത്? ചോരയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോഴും അവർക്ക് വലുതെന്താണ്? പ്രിയപ്പെട്ടവരെ, ആദർശം മാത്രമാണ്. അള്ളാഹുവിന്റെ ശത്രുവാണെങ്കിൽ, ദീനിന്റെ ശത്രുവാണെങ്കിൽ, അത് സ്വന്തം ചോരയാണെങ്കിലും അവരതിന് കൊടുക്കേണ്ട സ്ഥാനമേ കൊടുത്തിട്ടുള്ളൂ. മറിച്ച് അവർ ഏറ്റവും വലിയ ബന്ധം കൊടുത്തത് ഈ ആദർശത്തിനാണ് എന്ന് ബദർ നമ്മോട് ഓതുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. എന്നാൽ ഇന്ന് വിശ്വാസികൾ തമ്മിലോ, ഇന്ന് മുസ്ലിമീങ്ങൾ തമ്മിലോ കണ്ടാൽ കണ്ടുകൂടാ, അല്ലേ? ഒരു അമുസ്ലിമിനോടുള്ള ബന്ധം പോലും, പുഞ്ചിരി പോലും യഥാർത്ഥത്തിൽ ഇന്ന് പലപ്പോഴും മുസ്ലിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കലില്ല. തമ്മിൽ തെറ്റാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ്. ഒരേ സഫിൽ നമസ്കരിക്കുമ്പോൾ പോലും പ്രിയപ്പെട്ടവരെ ഒന്ന് കൈകൊടുത്തൊന്ന് സലാം പറഞ്ഞ് പുഞ്ചിരിക്കാൻ പലപ്പോഴും മടിയാണ്. എന്തൊക്കെയോ മറകൾ, എന്തൊക്കെയോ മാറാലകൾ മനസ്സിലിങ്ങനെ കെട്ടിയിട്ട് അതിങ്ങനെ മൂടി വച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആന്റെ ആയത്തുകളെ പഠിപ്പിച്ച പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഒന്നാമതായി ചേർക്കേണ്ട ബന്ധം എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധത്തെക്കാൾ അവൻ പ്രാധാന്യം കൊടുക്കേണ്ടത് ആദർശ ബന്ധത്തിനാണ്. രണ്ടാമത്തെ സ്ഥാനമാണ് കുടുംബ ബന്ധം, മൂന്നാമത്തെ സ്ഥാനമാണ് അയൽപക്ക ബന്ധം. ഈ മൂന്ന് ബന്ധങ്ങളിൽ ഒന്നാമത്തെ സ്ഥാനം കൊടുക്കേണ്ടത് ആദർശ ബന്ധത്തിനാണ് എന്നാണ്. വജബത്ത് മഹബ്ബത്തി അൽ മുതഹാബിന ഫിയ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുക. ആരെ സ്നേഹിക്കാൻ? ബദരീങ്ങൾക്കിടയിൽ നമ്മൾ കാണുന്ന ഏറ്റവും മഹനീയമായ പാഠതാണ്
അവർക്ക് ഈ ദീനാണ് ഏറ്റവും വലുത്, സ്വന്തം ചോരയേക്കാൾ, സ്വന്തം രക്തത്തേക്കാൾ, സ്വന്തം സന്താനങ്ങളെക്കാൾ. ഇനി പ്രിയപ്പെട്ടവരെ, ബദറിൽ നമ്മൾ വായിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്, സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗമാണ് ബദറിലൂടെ അവർ ലക്ഷ്യം വെച്ചത്. ഭൗതികമായി എന്തെങ്കിലും നേട്ടം കിട്ടണം, അല്ലെങ്കിൽ അപ്പോഴേക്കും മക്ക കീഴടക്കണം, അല്ലെ, മക്കയെ തിരിച്ചടിക്കണം എന്ന ലക്ഷ്യം നല്ല അവർക്ക് ഉണ്ടായത്. മഹാനായ ഹാരിസ് സുറാഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ചെറിയൊരു കുട്ടിയായിരുന്നു. ബദർ യുദ്ധത്തിന്റെ രാത്രി, തലേ രാത്രിയിൽ മുസ്ലിമീങ്ങളുടെ തടാകത്തിന്റെ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ ഹൗദിന്റെ അരികിൽ ചെന്നിട്ട് ദാഹിച്ചപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി പോയതാണ്. ഹാരിസ് റളിയല്ലാഹു അൻഹു ഇരുട്ടിന്റെ മറവിൽ മുസ്ലിമീങ്ങളുടെ ഹൗദിന്റെ അരികിൽ ചെന്ന് വെള്ളം കുടിക്കുന്നത് കണ്ടപ്പോ ഈ മുസ്ലിമീങ്ങൾ തന്നെ, സ്വഹാബികൾ തന്നെ വിചാരിച്ചു, ശത്രുക്കളിൽ നിന്ന് ആരെങ്കിലും വന്ന് ഇവിടെ പ്രയാസം ഉണ്ടാക്കിയിരിക്കും. ഹാരിസ് റളിയല്ലാഹു അൻഹുവിനെ ഇവർ ഒളിയമ്പെറിഞ്ഞു. ആര്? മുസ്ലിമീങ്ങൾ ഒളിയമ്പെറിഞ്ഞ് അദ്ദേഹത്തിന്റെ കഴുത്തിൽ തറച്ചിട്ട് അദ്ദേഹം മരിച്ചു. ബദറിലല്ല, ബദറിന്റെ തലേ ദിവസം. ശത്രുക്കളല്ല കൊന്നത്, മുസ്ലിമീങ്ങൾ തന്നെയാണ് കൊലപ്പെടുത്തിയത്. അറിയാതെ കൊന്നതാണ്, ശത്രുക്കളെന്ന് വിചാരിച്ചതാണ്. രാത്രി ഇരുട്ടിന്റെ മറവിലാണ്. ബദർ കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്കുള്ള യാത്രയിലാണ്. ആ മദീനയിലേക്കുള്ള യാത്രയിൽ സ്വഹാബികൾ മദീനയിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹാരിസ് സുറാഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ കൂട്ടത്തിൽ നോക്കണം, ഈ കൂട്ടത്തിൽ എൻ്റെ മകൻ എവിടെ, തിരിച്ചു വരുന്നുണ്ടോ അതല്ല മരണപ്പെട്ടിട്ടുണ്ടോ എന്ന്. വൈകാരികമായ ആ നിമിഷത്തിൽ സ്വഹാബികൾ വിളിച്ചു പറഞ്ഞു, ഉമ്മ, നിങ്ങളുടെ മകൻ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഉമ്മ പറഞ്ഞു, എങ്കിൽ സമാധാനിക്കാം. സ്വഹാബികൾ പറഞ്ഞു, ഉമ്മ, യുദ്ധത്തിലല്ല മരിച്ചത്, ശത്രുക്കളല്ല കൊന്നത്, മുസ്ലിമീങ്ങളുടെ ഒളിയമ്പേറ്റ് ബദറിന്റെ തലേ രാത്രി മരിച്ചിട്ടുണ്ട്. ഉമ്മക്കറിയാൻ തുടങ്ങി, ഉമ്മക്ക് പ്രയാസം തുടങ്ങി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഓടി വന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ മകൻ ഹാരിസ മരണപ്പെട്ടു എന്ന വാർത്ത ഞാൻ അറിഞ്ഞു. പക്ഷേ ശത്രുക്കളല്ല കൊന്നത് എന്നും യുദ്ധത്തിലല്ല മരണപ്പെട്ടത് എന്നും ഇതാ ഈ സ്വഹാബികൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ, എന്റെ മകന് സ്വർഗമുണ്ടെങ്കിൽ ഞാൻ ക്ഷമിക്കാം. അവൻ എനിക്ക് എത്ര പ്രിയപ്പെട്ടതാണ്, അവൻ എനിക്ക് എത്ര ആവശ്യമുണ്ട്, അവന് സ്വർഗമില്ലെങ്കിൽ ഞാൻ എങ്ങനെ ക്ഷമിക്കുമെന്നാണ്. ഉമ്മയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിക്കുന്നത്, ഉമ്മ, നിങ്ങൾ എന്താ പറയുന്നത്, ഹാരിസക്ക് സ്വർഗമില്ല എന്നോ? ഒരിക്കലല്ല. ഇന്നഹാ ജിനാനും ഫിൽ ജന്ന, ആ സ്വർഗത്തിൽ ധാരാളം പദവികൾ, തോട്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാരിസക്ക് കൊടുക്കും. അതുകൊണ്ട് ഉമ്മ, നിങ്ങൾ എന്താണ് പറയുന്നത്, ഹാരിസക്ക് സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. അദ്ദേഹം ബദരീങ്ങൾപ്പെട്ട വ്യക്തിയാണ്. ഒരു ഉമ്മയുടെ വികാരം എന്താണ്? സ്വർഗമുണ്ടെങ്കിൽ ക്ഷമിക്കാം, സ്വർഗമുണ്ടെങ്കിൽ സഹിക്കാം, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ക്ഷമിക്കും, സഹിക്കും എന്ന് ചോദിച്ചു. ബദർ റസൂലുള്ളാഹി പുറപ്പെടുന്നതിന്റെ മുന്നേ മദീനയിലെ ഒരു വീട്ടിൽ ഒരു പിതാവും ഒരു മകനും തമ്മിലുള്ളൊരു സംഭാഷണമുണ്ട്. ആരാ പിതാവ്? ഖൈസമ റളിയല്ലാഹു അൻഹു ആണ്. ആരാ മകൻ? സഅദ് റളിയല്ലാഹു അൻഹു. ഖൈസമ ഉഹദ് യുദ്ധത്തിലാണ് മരിച്ചത്, മകൻ സഅദ് ബദർ യുദ്ധത്തിലാണ് മരിച്ചത്. എന്താ ഈ വാപ്പയും മകനും തമ്മിലുള്ള തർക്കം എന്നറിയോ? യുദ്ധത്തിനുള്ള വിളിയാളം വന്നപ്പോ ആ വീട്ടിൽ നിന്ന് ഒരാൾക്കാണ് പോകാനുള്ള അവസ്ഥ ഉള്ളൂ, ഒരാൾ എന്തായാലും വീട്ടിൽ വേണം. അപ്പൊ രണ്ടാളും കൂടി തർക്കിക്കാണ്, വാപ്പയും മകനും തമ്മിൽ തർക്കിക്കാണ്. എന്താ തർക്കം? ഞാൻ മരിച്ചാൽ എൻ്റെ സ്വത്ത് എങ്ങനെ വീതം വെക്കുന്നല്ല, എൻ്റെ കുടുംബത്താരെ നോക്കുന്നല്ല. തർക്കം യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദാകാനുള്ള തർക്കാണ്. അവസാനം തർക്കം മൂത്തപ്പോൾ നറുക്കിടേണ്ടി വന്നു. നറുക്ക് വീണത് സഅദ് റളിയല്ലാഹു അൻഹുവിനാണ്. ഖൈസമ പറയുന്നുണ്ട്, മോനെ, എനിക്ക് വയസ്സായി, ഇനിയൊരു യുദ്ധത്തിൽ എനിക്ക് അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല, ചിലപ്പോൾ അവസാനത്തെ അവസരമായിരിക്കാം, അതുകൊണ്ട് ഞാൻ പോകാം മകനെ എന്ന് പറഞ്ഞ് സ്വന്തം മകനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ മകൻ പറഞ്ഞ വാചകം, ലൗ കാന ഗൈറൽ ജന്ന, ഉപ്പാ, സ്വർഗത്തിന്റെ കാര്യമല്ലായിരുന്നുവെങ്കിൽ ഫഅൽതു, ഞാൻ അനുസരിക്കുമായിരുന്നു. ഇത് സ്വർഗത്തിന്റെ കാര്യമാണ്, അതുകൊണ്ട് ഉപ്പയെ ഞാൻ അനുസരിക്കില്ല. ഒരു മകന്റെയും പിതാവിന്റെയും സംഭാഷണവും ആ നിമിഷവും നമ്മൾ ആലോചിക്കുക. അവസാനം സഅദ് റളിയല്ലാഹു അൻഹു നറുക്കിട്ട് കിട്ടിയിട്ട് ബദർ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് പിതാവ് ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്, അല്ലാഹുവേ, എൻ്റെ മകൻ സഅദ് നിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടുകയാണ്, നാളെ സ്വർഗത്തിൽ വെച്ചിട്ടല്ലാതെ അവനെ കണ്ടുമുട്ടാനുള്ള അവസരം നീ ഉണ്ടാക്കരുതേ എന്നാണ് യഥാർത്ഥത്തിൽ ആ പിതാവ് പ്രാർത്ഥിക്കുന്നത്. സഅദ് റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്തു, അദ്ദേഹം ഷഹീദായി. സ്വർഗത്തിന് വേണ്ടി തല്ലുന്ന, സ്വർഗത്തിന് വേണ്ടി മത്സരിക്കുന്ന, സ്വർഗത്തിന് വേണ്ടി തർക്കിക്കുന്ന
ആളുകളെയാണ് ബദർ നമ്മോട് പറയുന്ന ചരിത്രം. ഇത് നോക്കൂ നിങ്ങൾ, ഇതേപോലെ തന്നെ ഓരോ സ്വഹാബികളുടെയും ജീവിതം നമ്മൾ പരിശോധിച്ചാൽ ബദറിൽ വേറിട്ട ചില കാഴ്ചകളും രംഗങ്ങളും നമുക്ക് കാണാൻ കഴിയും. സവാദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വഫ് ഇങ്ങനെ നിർത്തുന്ന സമയത്ത് കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു അമ്പ് കൊണ്ട് സവാദിനെ കുത്തിയിട്ട് പറഞ്ഞു, ഇസ്തവിയ സവാദ്, സവാദെ ആ സ്വഫിലേക്കൊന്ന് നേരെ നിൽക്കുന്ന. ഈ അമ്പിന്റെ കുത്തേറ്റ ഉടൻ അദ്ദേഹം പറഞ്ഞു, ഔജഅതനി വഖദ് ബഅസകല്ലാഹു ബിൽ ഹഖ് വൽ അദ്ൽ, നീതിയോടുകൂടി സത്യത്തോടുകൂടി അള്ളാഹു താങ്കളെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ നീതിയുടെ ഹക്കിന്റെ പ്രവാചകനിത എന്നോട് അതിക്രമം കാണിച്ചിരിക്കുന്നു, എനിക്ക് പ്രതികാരം വീട്ടണമെന്ന്. എല്ലാവരും നോക്കാൻ, യുദ്ധം ആരംഭിക്കാൻ നിൽക്കാൻ. ആ സമയത്താണ് പ്രതികാരം വീട്ടണമെന്ന് സവാദ് റളിയല്ലാഹു അൻഹു പറയുന്നത്. പക്ഷേ അതേ അമ്പ് കയ്യിൽ കൊടുത്തു. അപ്പൊ സവാദ് റളിയല്ലാഹു അൻഹു അടുത്ത പരാജയം എന്താ പറയുക? എന്റെ ശരീരത്തിൽ ഈ അമ്പ് കൊണ്ട് താങ്കൾ വേദനിപ്പിക്കുന്ന സമയത്ത് ഒരു വസ്ത്രത്തിന്റെ മറ പോലും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അതുപോലെ എനിക്ക് വേണമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസ്ത്രം പൊക്കിപ്പിടിച്ച് കാണിച്ചു കൊടുത്തു. ആ അമ്പ് താഴെയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിലേക്ക് ചേർന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചുകൊണ്ട് പറയാൻ, റസൂലേ ബദർ ദാ, ചിലപ്പോൾ തിരിച്ചു വരണമെന്നില്ല. റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട്, മാ ഹമലക യാ സവാദ്, സവാദ് എന്താണിത്, നിന്നെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? റസൂലുള്ളാഹി ബദറാണ്, തിരിച്ചു വരണമെന്നില്ല, നമ്മളെക്കാൾ വലിയ സൈന്യമാണ്, അതുകൊണ്ട് ഞാനൊന്ന് ആഗ്രഹിച്ചു പോയി, എൻ്റെ കണ്ണടക്കും മുമ്പ്, ഞാൻ മരണപ്പെടും മുമ്പ് താങ്കളുടെ ശരീരവും എൻ്റെ ശരീരവും ഒന്ന് തമ്മിൽ ചേരണം, താങ്കളെ ഒന്ന് അണച്ചു കൂട്ടണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ്, അതല്ലാതെ താങ്കളെ വേദനിപ്പിക്കാനല്ല. ആ സ്വഹാബത്തിന്റെ സ്നേഹം പ്രവാചകനോട് എത്രത്തോളം ഉണ്ടായിരുന്നു, എത്രത്തോളം അവർ പ്രവാചകനെ ഇഷ്ടപ്പെട്ടിരുന്നു. അവർക്ക് ദുനിയാവിൽ ഏറ്റവും വലുത് അള്ളാഹു റസൂലുമായിരുന്നു. ഇതാണ് ബദർ നമ്മോട് പറയുന്ന പ്രിയപ്പെട്ടവരെ മറ്റൊരു ചരിത്രമായിട്ടുള്ളത്. ഇനി നോക്കൂ നിങ്ങൾ, ഇതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഏതെല്ലാം വിധേന സഹായിച്ചു. വിശ്വാസികൾക്കൊരു മഴ അള്ളാഹു കൊടുക്കുകയാണ്. ആ മഴ കൊടുത്തപ്പോൾ അവരുടെ കാലുകൾ ഉറച്ചു നിൽക്കാൻ അത് സഹായിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. അത് മാത്രമല്ല, ശത്രുഭാഗത്തൊരു മഴ പെയ്തപ്പോൾ അവരുടെ കാലുകൾ വഴുതി പോകുന്ന സാഹചര്യത്തിലായി. സൂറത്തുൽ അൻഫാലിന്റെ 11-ാമത്തെ ആയത്തിൽ കാണാം, വയുനസ്സിലു അലൈക്കും മിനസ് സമാഇ മാഅ ലിയുതഹിറകും ബി വയുദ്ഹിബ അൻകും റിജ്സ ശൈത്വാൻ വയുതഹിറ വലിയർബിത അലാ ഖുലൂബികും വയുസബ്ബിത ബിഹിൽ അഖ്ദാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരു മഴ അവരെ ശുദ്ധീകരിക്കാൻ, അവരുടെ കാലുകൾ ഉറപ്പിച്ചു നിർത്താൻ, അവരുടെ ദാഹവും വിശപ്പും അതുപോലെ തന്നെ മാറാൻ വേണ്ടി അവർക്ക് നൽകിയത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ അവർക്ക് സഹായിച്ചിട്ടുണ്ട്. രണ്ടാമത്, ശത്രുക്കളുടെ എണ്ണം അവരുടെ കണ്ണിൽ കുറച്ചാൻ. ശത്രുക്കളുടെ എണ്ണം കണ്ണിൽ കുറച്ചാൻ. ഇതിനധികം അബൂജഹലിന്റെ ടീമിന്റെ കൂടെ അന്ന് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ശൈത്താൻ. എന്നാൽ മലക്കുകൾ ഇറങ്ങിയതോടുകൂടി പിശാച് പറഞ്ഞു, നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അള്ളാഹിനെ പേടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പിശാച് വേഗം പിന്മാറി ഓടി. എത്രത്തോളം മലക്കുകളുടെ സഹായം കിട്ടിയെന്ന് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് പിന്നെ ഈ ഉണ്ടായ സംഭവത്തെ കുറിച്ച് പറയാൻ ഇബ്നു മസ്ഊദ് പറയുന്നത്, സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ ഞാൻ ബദറിൽ നോക്കിയപ്പോൾ ഒരു സമയം അദ്ദേഹം കുതിരപ്പുറത്ത് പോയിട്ടുണ്ട്, കുറച്ചങ്ങോട്ട് നോക്കിയപ്പോൾ അദ്ദേഹം നടന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്നുണ്ട്. അപ്പൊ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ രൂപത്തിൽ മലക്കുകൾ യഥാർത്ഥത്തിൽ ബദറിൽ പങ്കെടുത്തു. 3000-ഉം 5000-ഉം മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുണ്ട് എന്നാണ്. ഇതിനധികം ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളിൽ ബദറിൽ പങ്കെടുത്ത ആളുകളെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്, ബദരീങ്ങളെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് എന്ന്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, മിൻ അഫ്ളലിൽ മുസ്ലിമീൻ, അവർ മുസ്ലിമീങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകളാണ്. അപ്പൊ ചോദിക്കാണ്, അപ്പം പിന്നെ ആ ചോദ്യത്തിന് മറുപടി കൊടുത്തപ്പോൾ മലക്ക് പറയാണ്, വകദാലിക മിൻ ഷഹിദ ബദറൻ മിനൽ മലായിക, ഇതേ പോലെ തന്നെയാണ് ബദറിൽ പങ്കെടുത്ത മലക്കുകളെയും ആകാശ ലോകത്ത് കാണുന്നത്. മലക്കുകളുടെ ശ്രേഷ്ഠന്മാരാണ് ബദറിൽ പങ്കെടുത്തവരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹാദാ ജിബ്രീൽ. ബദർ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ പറയും, അതാ ജിബ്രീൽ ഉണ്ട്. ആഹിദും ബിറഅസി ഫറസിഹി, തന്റെ കുതിരയുടെ കടിഞ്ഞാണും പിടിച്ച് തലപ്പും പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ആ യുദ്ധത്തിന്റെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ടാണ് ജിബ്രീൽ വന്നിട്ടുള്ളത് എന്നാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ സഹായിച്ചത് മലക്കുകളെ ഇറക്കി. പിന്നെ പറയാണ്, വമാ റമൈത ഇത് റമൈത വലാകിൻ അല്ലാഹു റമാ, മണൽ വാരി എറിയുന്നുണ്ട്. അത് മുശ്രിക്കുകളുടെ എല്ലാവരുടെയും കണ്ണിൽ പോയി പതിച്ചു.
അള്ളാഹു പറയുന്നത് നീയല്ല എറിഞ്ഞത്, അത് ഞാനാണ് എന്നാണ്. ആ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ സഹായം നൽകി. സഹോദരങ്ങളെ, ഈ സഹായം കിട്ടാൻ മുസ്ലിമീങ്ങളുടെ ക്വാളിറ്റി എന്തായിരുന്നു? ഒന്നും വേണ്ട, ഈ ബദരീങ്ങളെ കുറിച്ച് തന്നെ അല്ലെങ്കിൽ ഈ സ്വഹാബികളെ കുറിച്ച് തന്നെ ഇന്ന് നമ്മുടെ ആളുകൾക്കുണ്ടാകുന്ന വിശ്വാസം എന്താണ്? ഒറ്റ ഉദാഹരണത്തിന് നമ്മുടെ മുന്നിൽ ഇപ്പോൾ വന്നു നിൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളുടെ വിഷയത്തിൽ നമ്മൾ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? സ്വഹാബികൾക്കെതിരെ, സ്വഹാബികളെ പച്ചയായി ചീത്ത പറയുന്ന, തെറി വിളിക്കുന്ന, അവർ മുർത്തദ്ദികളാണ്, കാഫിറുകളാണ്, അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളുകളാണ്. എന്തിനധികം 3 സ്വഹാബികളൊഴികെ ബാക്കി എല്ലാ ആളുകളും മുർത്തദ്ദായി ഇതിൽ നിന്നും പുറത്തുപോയ ആളുകളാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം. ആ വിഭാഗത്തിന്റെ തലമുതിർന്ന ഒരു നേതാവ് മരിച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകൾ എന്താ പറയുന്നത്? അദ്ദേഹം ശുഹദാക്കളുടെ കൂട്ടത്തിലാണ്. പച്ചയായി സ്വഹാബത്തിനെ കാഫിറാണെന്ന് പറയുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയെ തെറി വിളിക്കുന്നവർ സ്വഹാബികൾ എന്ന് പറഞ്ഞ ചില്ലറക്കാരാണ്? ഒരിക്കലുമല്ല. ഇത് നമ്മൾ ആളുകളോട് പറയുമ്പോൾ, ഈ സ്വഹാബത്തിനെ തെറി വിളിക്കുന്ന, ചീത്ത വിളിക്കുന്ന ആളുകൾക്കെതിരെ നമ്മൾ പറയുമ്പോൾ ഈ ആളുകൾ നമ്മളെ തെറി വിളിക്കുക. ആര്? മുസ്ലിമീങ്ങൾ തന്നെ. അവർ ചോദിക്കണം എന്താ അറിയോ? സ്വഹാബികൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവൂലേ? അവരത്ര വലിയ സ്വരച്ചേർച്ചയിലൊന്നും അല്ലല്ലോ എന്ന്. ഇതെന്തുകൊണ്ടാ? സ്വഹാബത്തിന്റെ മഹത്വം നമ്മൾ അറിയാത്തത് കൊണ്ടാണ്. സ്വഹാബത്തിന്റെ പ്രത്യേകതയും അവരുടെ ഫദ്ല് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മക്കാ വിജയത്തിന്റെ ആ രംഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു രഹസ്യമാക്കി വെച്ചൊരു കാര്യമാണ് മക്കയിലേക്കുള്ള ആ പുറപ്പാട്. എന്നാൽ ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. അദ്ദേഹം ഈ കാര്യം അറിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ കുടുംബമുണ്ട് മക്കയിൽ. മക്ക വിജയിക്കുന്ന സമയത്ത് തന്റെ കുടുംബം സംരക്ഷിക്കപ്പെടണം എന്ന ഒരു നിയ്യത്ത് മാത്രം മുന്നിൽ വെച്ചിട്ട് അദ്ദേഹം ഈ കാര്യം, ഈ രഹസ്യം ഒരു കത്തായിട്ട് പറഞ്ഞയച്ചൊരു പെണ്ണിനെ. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണ്? വേണ്ടാത്ത ലക്ഷ്യം എന്നല്ല. അദ്ദേഹത്തിന്റെ ലക്ഷ്യം, മക്കയിൽ അദ്ദേഹത്തിന് വല്ലാത്ത കുടുംബ ബന്ധമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ കുടുംബത്തിന് പ്രയാസം ഉണ്ടാകും. ആ പ്രയാസം ഇല്ലാതിരിക്കാൻ മുൻകരുതൽ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കത്ത് അദ്ദേഹം കൊടുത്തു കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി പോകുന്ന ആ നീക്കം അതീവ രഹസ്യമായൊരു നീക്കാണ്. ആ രഹസ്യമാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹം എന്ത് ചെയ്യണത്? ഒരു കത്തിലൂടെ അങ്ങോട്ട് അറിയിക്കുന്നത്. ചെയ്ത പ്രവർത്തനം അത് ശരിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി മുഖാന്തരം ഈ കാര്യം അറിഞ്ഞ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 ആളുകളെ നിയോഗിച്ചു. ആ 3 ആളുകളെ നിയോഗിച്ചിട്ട് പറഞ്ഞെന്താ അറിയോ? അലി റളിയല്ലാഹു അൻഹു ഉണ്ട്, സുബൈർ റളിയല്ലാഹു അൻഹു ഉണ്ട്, മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഈ 3 ആളുകളും പറഞ്ഞു, റൗളത്തു ഖാ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അതിലൂടെ ഒരു പെണ്ണ് ഇപ്പോൾ സഞ്ചരിക്കുന്നുണ്ടാവും. ആ പെണ്ണിന്റെ അരികിൽ ചെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കത്തുണ്ട്, ആ കത്ത് വാങ്ങി തിരിച്ചു വരണം. ഇവർ തൻ്റെ കുതിരകളെ വേഗം പായിച്ച് വേഗത്തിൽ തെളിച്ച് അവിടെ എത്തി. ആ സ്ത്രീയോട് കത്തെടുക്കാൻ വേണ്ടി പറഞ്ഞു. ആ സ്ത്രീയെ കണ്ടപ്പോൾ കത്തെടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ സ്ത്രീ പറഞ്ഞു, എൻ്റെ അടുത്ത് കത്തും കാര്യമൊന്നുമില്ല, നുണ പറഞ്ഞതാണ്. ഇവർ പറഞ്ഞു, വസ്ത്രം മൂരി ഞങ്ങൾ പരിശോധിക്കും, അതുകൊണ്ട് കത്തെടുത്തോളൂ എന്നാണ്. അവസാനം മുടിക്കെട്ടിൽ നിന്ന് ആ കത്തെടുത്ത്, ആ കത്തിലുള്ളത് മഹാനായ ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു തൻ്റെ കുടുംബത്തിന് എഴുതിയ കത്താണ്. റസൂലുള്ളാഹി ഇങ്ങനെ വരുന്നുണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് അതിലുള്ളത്. പ്രവാചകന്റെ അടുക്കലേക്ക് ഈ കാര്യം എത്തി, ഈ കത്തെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കത്ത് വായിച്ചിട്ട് ചോദിക്കുകയാണ്, ഹാത്തിബ എന്താണിത്? ഈ അതീവ രഹസ്യമായ ഈ കാര്യം നീ എന്തിനാണ് നിന്റെ കുടുംബത്തെ അറിയിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എൻ്റെ മേൽ വേഗത്തിലൊരു നടപടി താങ്കൾ സ്വീകരിക്കും. ഞാൻ ഖുറൈശികൾപ്പെട്ട ഒരാളായിരുന്നു. പക്ഷെ എന്നാൽ അവരുമായി എനിക്ക് വല്ലാത്തൊരു കുടുംബ ബന്ധമൊന്നുമില്ല. എന്നാൽ ഇവിടുത്തെ മുഹാജിറുകൾക്ക് അവരുമായിട്ട് നല്ല ബന്ധമുണ്ട്. അവരുടെ സ്വത്തും സമ്പത്തും എല്ലാം സ്വന്തക്കാരെ എല്ലാം സംരക്ഷിക്കാൻ അവരുടെ കുടുംബങ്ങളുണ്ടല്ലോ. പക്ഷെ എൻ്റെ കുടുംബക്കാർ ഒരു സഹായം ചെയ്യാൻ അവിടെ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനൊന്ന് താല്പര്യപ്പെട്ടിട്ട് ഒരു സഹായം മുൻകൂട്ടി അവർക്ക് അറിയിച്ചു കൊടുത്തതാണ്. ഇത് കേട്ട ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന, റസൂലേ, ഹാത്തിബിന്റെ തല ഞാൻ എടുക്കട്ടെ എന്ന്. ഹാത്തിബിന്റെ തല ഞാൻ അറുക്കട്ടെ, പെരടി ഞാൻ വെട്ടട്ടെ എന്നാണ്. കോപാകുലനായി നിൽക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരിക്കലും താങ്കൾ ചെയ്യരുത്. ഹാത്തിബ് പറഞ്ഞത് സത്യമാണ്, അതിന് വേറെ ഉദ്ദേശമൊന്നുമില്ല.
എന്നിട്ട് പറയാണ് ഇന്നഹു ഷഹീദ ബദറൻ വമാ യുദ്രീക ലഅല്ലല്ലാഹ് അസ്സ വജൽ. അദ്ദേഹം ബദറിൽ പങ്കെടുത്ത വ്യക്തിയാണ്, സ്വഹാബിയാണ്, ബദറിൽ പങ്കെടുത്ത വ്യക്തിയാണ്. ഇത്വലഅ അലാ അഹ്ലി ബദരിൻ ഫഖാല യഅമലു മാ ശിഅ്തും ഫഖദ് ഗഫർതു ലക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിലേക്ക് എത്തി നോക്കിയിട്ട് പറയുന്നുണ്ട്, ബദരീങ്ങളെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്തും ചെയ്തോളൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിലേക്ക് നോക്കിയിട്ട് ഇതാ ബദറിൽ പങ്കെടുത്തവരെ നിങ്ങൾ ഉദ്ദേശിച്ചത് ചെയ്തോളൂ, നിങ്ങൾക്ക് പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ഹാത്തിബ് റളിയല്ലാഹു അൻഹു ആണിത്. അതുകൊണ്ട് അദ്ദേഹത്തെ ആക്രമിക്കാൻ പാടില്ല ഉമർ എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ പ്രവാചകനെ കണ്ട് പ്രവാചകനിൽ ഇസ്ലാം സ്വീകരിച്ച വിശ്വാസത്തോടു കൂടി മരിച്ച സ്വഹാബികൾ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ചില്ലറക്കാരല്ല. എന്നാൽ ഇന്ന് ആ സ്വഹാബികൾ എന്ത് ചെയ്യാണ്? ചീത്ത പറയുന്ന ആളുകളെ, ആ സ്വഹാബികളെ വിമർശിക്കുന്ന ആളുകളെ അവർ ആത്മീയ നേതാക്കന്മാരായി കൊണ്ടു നടക്കുന്ന വല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സയനിസ്റ്റുകളാണ്, ജൂതന്മാരാണ് ഒരു ഭാഗത്തെങ്കിൽ നമുക്കൊരു സോഫ്റ്റ് കോർണർ അല്ലെ, അല്ലെങ്കിൽ അവരാക്രമിക്കുന്നു എന്നതുകൊണ്ട് ഈ ഭാഗത്തോട് നമുക്ക് ഒരു നിലക്കും ഒരു മൃദുലമായ സമീപനം തോന്നേണ്ട ആവശ്യമില്ല. കാരണം അഹ്ലുസുന്നയുടെ യഥാർത്ഥ ഇസ്ലാമിന്റെ വക്താക്കളെ കൊന്നൊടുക്കൽ ഒരു ഇബാദത്തായി കാണുന്ന വിഭാഗമാണ് ലോകത്തിലെ ശിയാക്കൾ. ഇങ്ങനെ ഈ അടുത്ത് മരിച്ച ചങ്ങായിണ്ടല്ലോ, അദ്ദേഹം നമസ്കരിക്കുന്ന വീഡിയോസ് നിങ്ങൾ യൂട്യൂബിൽ നോക്കി നമുക്ക് കാണാൻ കഴിയും. കല്ല് വെച്ചിട്ടാണ് ഷിയാക്കൾ നമസ്കരിക്കുക. എന്താ അതിന്റെ കാരണം എന്നറിയോ? ഇവരൊക്കെ നമ്മളെ എങ്ങനെ മുസ്ലിങ്ങളായിട്ട് കാണാൻ പറ്റുക? ഇവരെ നമുക്ക് എങ്ങനെയാണ് ശുഹദാക്കളെ കൂട്ടത്തിൽ കാണാൻ പറ്റുക? എന്താ അദ്ദേഹത്തിന്റെ വിശ്വാസം എന്നറിയോ? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തം കർബലയിൽ വീണത് കൊണ്ട് അത് അവരുടെ ചതി തന്നെയാണ്. ഏത് കർബല? അവരാണ് വിളിച്ചു വരുത്തിയത്. 400 ചില്ലാനം വരുന്ന കത്തുകൾ അയച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹു വിളിച്ചു വരുത്തിയിട്ട് അവസാനം പിന്മാറിയിട്ട് അവസാനം ഹുസൈൻ റളിയല്ലാഹുവിനെ ക്രൂരമായി കൊലപാതകം ചെയ്തത് ഈ ഷിയാക്കളാണ്, ഇറാനാണ്. ഇന്നും ഹുസൈൻ, എന്നിട്ടോ നമ്മൾ ആലോചിച്ചൊക്കെ ഇപ്പൊ ക്രൈസ്തവരായ ആളുകൾ യേശു ക്രിസ്തുവിനെ കുരിശിൽ തറച്ചു എന്ന് പറയുന്നു. എന്നിട്ട് ആ കുരിശെന്തായി? അവരുടെ ആരാധ്യ വസ്തുവായി. ഇതേപോലെ ഏതൊരു മണ്ണാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബുൻ വബല, ഇത് പ്രയാസമാണ്, ഇത് ദുഃഖമാണ് എന്ന് പറഞ്ഞത്, ആ മണ്ണ് ഇന്ന് അവരുടെ വിശുദ്ധമായ ഭൂമിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു പോയത്, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തം കർബലയിൽ വീണത് കൊണ്ട് തന്നെ ഈ ഭൂമി മുഴുവൻ മലിനമാണ്, ഈ ഭൂമി അശുദ്ധമാണ്. ആരുടെ വിശ്വാസം? ഷിയാക്കളുടെ വിശ്വാസമാണ്. അതുകൊണ്ട് നമ്മുടെ പവിത്രമായ നെറ്റിത്തടവും മുഖവും ഈ ഭൂമിയിൽ കുത്താൻ പാടില്ല. അതുകൊണ്ടാണ് സുജൂദ് ചെയ്യുമ്പോൾ അവർ കല്ല് വെച്ച് സുജൂദ് ചെയ്യണത്. നമ്മുടെ വിശ്വാസമാണത്. ഈ പള്ളിയിൽ നിന്ന് പറയപ്പെടാൻ പറ്റാത്ത, ഒരു വിശ്വാസിയുടെ നാവിൽ പറയാൻ പറ്റാത്ത, ഒരിക്കലും നമ്മുടെ മനസ്സിൽ ചിന്തിക്കാൻ കഴിയാത്ത വൃത്തികേടുകളാണ് നമ്മുടെ ഉമ്മയെക്കുറിച്ച്, ആയിഷ റളിയല്ലാഹുവിനെ കുറിച്ചും ഹഫ്സ റളിയല്ലാഹുവിനെ കുറിച്ചും പറയുന്നത്. ഇവരെങ്ങനെ ഒക്കെ എങ്ങനെ നേതാക്കന്മാരായി കാണാൻ കഴിയും? മുസ്ലിമീങ്ങളുടെ വക്താക്കളായി കാണാൻ കഴിയും? അവരുടെ കൈകളിലൂടെ എങ്ങനെ ഖുദ്സ് മോചിക്കപ്പെടും എന്ന് നമ്മൾ ചിന്തിക്കും? ഒരിക്കലും ഉണ്ടാവില്ല. അവർ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. സിറിയയിൽ കൊന്നൊടുക്കിയ മുസ്ലിമീങ്ങളുടെ എണ്ണം എത്രയാണ്? ദശക്കോടിക്കണക്കിന് നാശനഷ്ടങ്ങൾ അവരുണ്ടാക്കിയിട്ടുണ്ട്. എങ്കിൽ സഹോദരങ്ങളെ, ഈ ചരിത്രത്തിന്റെ ഭാഗങ്ങൾ അറിയാതെ, ഈ ചരിത്രങ്ങൾ പഠിക്കാതെ സ്വഹാബികളെ ആക്ഷേപിക്കുന്നവരുടെ പിന്നാലെ കൂടുന്നവർ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നധികം ഈ ഓൺലൈൻ മാധ്യമങ്ങളിൽ, മീഡിയകൾ വന്ന് ചർച്ച ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവർ പറയുന്നത് ഇപ്പൊ അറബ് രാജ്യങ്ങളെ ആക്രമിക്കുന്നത് അത് ഇറാനിന്റെ ഒരു തന്ത്രമാണെന്നാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ സഹോദരങ്ങൾ, അതല്ലെങ്കിൽ ഇസ്ലാമുമായി കുറച്ചെങ്കിലും കൂറുള്ള രാജ്യങ്ങൾ, സൗദി പോലെ തൗഹീദ് അനുസരിച്ച് അഹ്ലുസുന്നയുടെ ആദർശങ്ങൾ അനുസരിച്ച് നിലകൊള്ളുന്ന രാജ്യങ്ങളെ ആക്രമിക്കൽ ഇറാന്റെ തന്ത്രമാണ്. അതങ്ങനെ ആക്രമിക്കട്ടെ, അപ്പോഴേ അമേരിക്ക പിന്തിരിയുള്ളൂ എന്ന് പറയുന്ന ആളുകൾ. നമ്മുടെ സഹോദരങ്ങൾ അവിടെ വേദന അനുഭവിക്കാൻ, പ്രയാസം അനുഭവിക്കാൻ, നിർഭയത്തെ നഷ്ടപ്പെടാൻ. ഒന്നും വേണ്ട, ആ രാത്രി കടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ വീടിന്റെ ചില്ല് 2 തകർന്നാൽ, 2 കല്ല് വന്ന് വീണാൽ അപ്പൊ മനസ്സിലാവും നിർഭയത്വത്തിന്റെ വില, സമാധാനത്തിന്റെ വില. ചെന്നതോ ഈ ഷിയാക്കൾക്ക് വേണ്ടി, ഈ പിഴച്ച കക്ഷികൾക്ക് വേണ്ടിയിട്ട് എന്തിനേയും വാദിക്കാനും, ഇതിനധികം ഹറമിന്റെ തിരുമുറ്റത്ത് വെച്ചിട്ട് നൂറുകണക്കിന് ഹാജിമാരെ കൊന്നൊടുക്കിയതാരാ? ഈ ഷിയാക്കളല്ലേ? അറഫയിൽ നിന്ന്
മുസ്ദലിഫ വഴി മിന വഴി ഹാജിമാര് മസ്ജിദുൽ ഹറമിലേക്ക് തവാഫിന് വേണ്ടി വരുമ്പോൾ ഈ 2000 ഉണ്ടായ ചരിത്രം പറയുന്നത്. ഒരു വഴിയിലൂടെ ഇങ്ങോട്ട് നടക്കണം, അതിലൂടെ തിരിച്ചു പോകാൻ പാടില്ല. തിരിച്ചു പോയാൽ കൂട്ടിയിടിച്ച് മരണം സംഭവിക്കും. എന്താ ശിയാക്കൾ ചെയ്തത്? അവർ തിരിച്ചു നടന്നു, ചാവേറായി. അവർ തിരിച്ചു നടന്നു, തിക്കിലും തിരക്കിലും പെട്ട് എത്രയോ ഹാജിമാര് മരണപ്പെട്ടു. കാബക്ക് നേരെ അക്രമങ്ങൾ അഴിച്ചുകൂടുന്ന അവരുടെ വിശ്വാസം എന്താ അറിയോ? കാബ പൊളിക്കപ്പെടണം, കർബലയിലേക്ക് ഹജ്ജ് സ്ഥാപിക്കപ്പെടണം. അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടത് 20 ഹജ്ജിനേക്കാൾ പുണ്യമാണ് കർബലയിലേക്ക് നിങ്ങളൊന്ന് യാത്ര ചെയ്താൽ. എന്താ കർബലയിലുള്ളത്? ഹുസൈൻ റളിയല്ലാഹുവിന്റെ കബറിടമുണ്ട് എന്ന് അവർ പറയുന്നു. അത് കൈറോയിലാണ്, അസ്കലാനിലാണ് എന്നൊക്കെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹൊക്കെ ആ രേഖപ്പെടുത്തിയ ആൾക്കാരാണ്. എന്നാൽ അവരിന്ന് ആ ജാറം പൂജിക്കുന്ന, അതിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന, അവിടെ ഇതിനേക്കാൾ വലിയ ആഘോഷവും ഹജ്ജും നടത്തുന്ന ആളുകളാണ്. കർബലയുടെ മണ്ണ് വിശുദ്ധമായ മണ്ണായി, ഇതിനധികം കഅബയെ പവിത്രമാക്കുന്നതിന്റെ 50,000 വർഷം മുമ്പേ അല്ലാഹു സുബ്ഹാനഹു വ തആല കർബലയെ പവിത്രമാക്കിയിട്ടുണ്ട് എന്ന് എഴുതി വെച്ച് അതിന് വാദിക്കുന്ന ആളുകൾ, സ്വഹാബത്തിനെ ചീത്ത പറയുന്നവർ, അവരെ ആക്ഷേപിക്കുന്നവർ, ഇവരെങ്ങനെയാണ് സഹോദരങ്ങളെ നമുക്ക് അഹ്ലുസുന്നയുടെ വക്താക്കളായി അവരുടെ കരങ്ങളിൽ എങ്ങനെയാണ് ഇസ്ലാമിന്റെ വിജയം നമുക്ക് കാണാൻ കഴിയും? ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ നമ്മളിത് 2 ടീമിന്റെ കൂടെ അല്ല. ഇതിലുണ്ട് നമ്മളിപ്പോ ഇറാന്റെ കൂടെ അല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അമേരിക്കന്റെ ഇസ്രായേലിന്റെ കൂടെയാണല്ലേ? അല്ല, നമ്മൾ 2 ടീമിന്റെ കൂടെ, രണ്ടും ഇസ്ലാമിന്റെ ശത്രുക്കളാണ്, അത് സംശയമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു പോയത്, ബദറിൽ പങ്കെടുത്ത ഒരു സ്വഹാബിയുടെ ശ്രേഷ്ഠത, അദ്ദേഹം ചെയ്ത ഒരു പ്രവർത്തനം മുന്നിൽ വെച്ച് റസൂൽ എന്ന് പറഞ്ഞത് ആക്രമിക്കണം എന്നല്ല, അദ്ദേഹത്തെ കൊല്ലണം എന്നല്ല. കൊല്ലട്ടെ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു അദ്ദേഹം ബദറിൽ പങ്കെടുത്ത ആളാണ്, സ്വഹാബിയാണ്, ബദരീങ്ങളിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തവരാണ്. അപ്പൊ സ്വഹാബത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. അവരുടെ മഹത്വം ദീനിൽ, അവരില്ലെങ്കിൽ ഈ ദീനില്ല. അതുകൊണ്ടല്ലേ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പരിശ്രമിക്കുന്ന മുആവിയ റളിയല്ലാഹു അൻഹു ചീത്ത പറയാൻ, അബൂ സുഫിയാനെ ചീത്ത പറയാൻ. യഥാർത്ഥത്തിൽ ഉഹുദ് നടക്കുന്നത് എന്തുകൊണ്ട്, ആരാണ് ഉഹുദിന് നേതൃത്വം കൊടുത്തത് എന്ന് ചോദിച്ചാൽ ചരിത്രം ഒരു മറുപടി പറയും, അബൂ സുഫിയാനാണ്. എന്നാൽ അബൂ സുഫിയാൻ മക്ക വിജയത്തിന്റെ സമയത്ത് ഇസ്ലാം സ്വീകരിച്ചു, മനസ്സിൽ മാറ്റമുണ്ടായി. മക്ക വിജയത്തിന്റെ മുന്നേ റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നിട്ട് സംസാരിച്ചു അബൂ സുഫിയാൻ, റസൂലേ നമ്മൾ തമ്മിലുള്ള ആ കരാറ് ഒന്നുകൂടി പുതുക്കണം. റസൂൽ മൗനം പാലിച്ചു. കാരണം മക്കയിൽ അവർ അക്രമം ചെയ്തിട്ടാണ് വന്നിട്ട് രണ്ടാമത് കരാറ് പുതുക്കണം എന്ന് പറയുന്നത്. റസൂൽ മൗനം പാലിച്ചു. ചോദിക്കാണ്, എന്തെങ്കിലും അവിടെ നടന്നിട്ടുണ്ടോ? ഈ കരാറ് പുതുക്കണം എന്ന് പറഞ്ഞ് ഇവിടെ വരുന്നതിന്റെ മുന്നേ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നാണ്. അവിടെ ഗോത്രക്കാര് ഉറങ്ങിക്കിടക്കുന്ന സ്വഹാബികളെ, നമസ്കരിക്കുന്ന സ്വഹാബികളെ പിടിച്ച് കൊന്നിട്ടാണ് അബൂ സുഫിയാൻ ചെന്നത്. അതായത് മാറ്റണ്ടായി. അബൂബക്കർ റളിയല്ലാഹുവിനെ കണ്ട്, ഉമർ റളിയല്ലാഹുവിനെ കണ്ട്, ഉസ്മാനും അലി റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കണ്ട് സംസാരിച്ചു. അവരാരും കൂട്ടാക്കിയില്ല. പിന്നീട് മക്ക വിജയ സമയത്താണ് യഥാർത്ഥത്തിൽ അബൂ സുഫിയാൻ ഇസ്ലാം റളിയല്ലാഹു അൻഹുവാൻ, സംശയമല്ല. മുആവിയ റളിയല്ലാഹു അൻഹു ചീത്ത പറയുന്ന ആൾക്കാർ. യഥാർത്ഥത്തിൽ ബദർ നമുക്ക് മറ്റൊരു പ്രതീക്ഷ കൂടി നൽകുന്നുണ്ട്, അത് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ. അഥവാ സുഹൈൽ ഇബ്നു അംർ നല്ല പ്രഭാഷകനാണ്, നാവ് കൊണ്ട് ഇസ്ലാമിനെ ശക്തമായി രൂക്ഷമായി വിമർശിച്ചിരുന്ന വ്യക്തിയാണ്. ആ സുഹൈൽ ഇബ്നു അംറിനെ ബന്ദിയായി പിടിച്ചുകൊണ്ടുവന്നു രാത്രി. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുക, റസൂലേ ആ മുന്നത്തെ 2 പല്ലുണ്ടല്ലോ, ആ 2 പല്ല് ഞാൻ പറിച്ചെടുക്കട്ടെ എന്നാണ്. പിന്നെ അവൻ എന്ത് ചെയ്യില്ല, നിങ്ങൾക്കെതിരെ സംസാരിക്കും, നിങ്ങൾക്കെതിരെ പിന്നെ അവൻ പ്രസംഗിക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം, ഉമർ അവന്റെ നാവിലൂടെ നിനക്ക് സന്തോഷമുണ്ടാകുന്ന ഒരു ദിവസം കടന്നു വരാനുണ്ട് എന്ന്. ആലോചിക്കുക, സുഹൈൽ ഇബ്നു അംറിന്റെ നാവിലൂടെ ഉമറിനെ സന്തോഷിപ്പിക്കുന്ന ഒരു ദിവസം കടന്നു വരാനുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ പിന്നീട് സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാമിന് വേണ്ടി പ്രഭാഷണം നടത്തുന്ന, ഇസ്ലാമിന്റെ ശബ്ദമായി മാറുന്ന, അത് മുസ്ലിമീങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു ദിവസം അവിടെ പുലർന്നിട്ടുണ്ട്. ബദർ നമുക്ക് പ്രതീക്ഷയാണ്. ഏത് പ്രതിസന്ധിയിലും എല്ലാവരെ കുറിച്ചും നമുക്ക് പ്രതീക്ഷ. മക്ക വിജയ സമയത്ത് റസൂലുള്ളാഹി കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്ന് വിധിച്ച 10 ആളുകളിലെ ഒരു വ്യക്തിയാണ് ഇക്രിമ. ആരുടെ മകൻ? അബൂജഹലിന്റെ മകൻ. പക്ഷേ ഇക്രിമ റളിയല്ലാഹു അൻഹുവായി അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ആ ബദർ നമുക്ക് നൽകുന്ന പ്രതീക്ഷ, ഈ ചരിത്രങ്ങൾ നമുക്ക് നൽകുന്ന പ്രതീക്ഷ പ്രിയപ്പെട്ടവരെ എത്രത്തോളം ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒറ്റ വാക്യം നമ്മൾ ബദർ എന്താന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വരമേൽപ്പിച്ച് അവനോട് പ്രാർത്ഥിച്ച്
അവന്റെ സഹായം ചോദിച്ച് അത് ആവശ്യപ്പെട്ട് അതിനുവേണ്ടി കരഞ്ഞ്, അല്ലേ, അതിനുവേണ്ടി ഉറക്കമൊഴിച്ച് അതിനുവേണ്ടി അധ്വാനിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരുദ്ദേശിക്കാത്ത വിധത്തിൽ അത്ഭുതങ്ങളിലൂടെ ബദറിൽ വിജയമുണ്ടാക്കി. അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറയുന്ന ആയുധം, പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമ്മൾ കൈവിടരുത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആയുധമാണ് പ്രാർത്ഥന. ഏത് പാറയെയും തകർക്കാൻ കഴിവുണ്ട് പ്രാർത്ഥനയ്ക്ക്. ഏത് സമുദ്രത്തെയും പിളർത്താൻ കഴിവുണ്ട് തവക്കുലിന്. ഏത് മത്സ്യത്തിൻ്റെയും വയറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള രക്ഷാമാർഗം അത് പ്രാർത്ഥനയിലുണ്ട്. ഏത് തീയും തണുപ്പാക്കാനുള്ള കരുത്ത് അത് പ്രാർത്ഥനയ്ക്കും തവക്കുലിനുണ്ട്. എന്നാൽ ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നില്ലെങ്കിലോ, ഇന്നഹു മല്ലം യസ്അലില്ലാ യഗ്ളബു അലൈഹി, ഒരു മനുഷ്യൻ പടച്ചവനോട് ചോദിക്കുന്നില്ലെങ്കിൽ അള്ളാഹു അവനോട് കോപിക്കുന്നതാണ്. അള്ളാഹിനോട് ചോദിക്കണില്ല. സാധാരണഗതിയിൽ നമ്മളെ സമസ്തക്കാരെ കുറിച്ച് പറയും, അവർക്ക് എപ്പോഴും പ്രാർത്ഥന ഉണ്ട്, അല്ലേ? നിസ്കാരം കഴിഞ്ഞാൽ വിദഗ്ധായ പ്രാർത്ഥന ഉണ്ട്. അത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും എവിടെയെങ്കിലും പോയിരുന്നാൽ ഒരു മരിച്ചു പോയില്ലാണെങ്കിൽ അവിടെയും കൂട്ടപ്രാർത്ഥന ഉണ്ട്. ഒരു കല്യാണം കൂടാണെങ്കിൽ അവിടെയും കൂട്ടപ്രാർത്ഥന ഉണ്ട്. സലഫികളെ മുജാഹിദുകളെ കുറിച്ച് പൊതുവെ പറയും, പ്രാർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് പ്രാർത്ഥിക്കുള്ളൂ, പക്ഷെ പ്രാർത്ഥിക്കാറില്ല. പ്രാർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് പ്രാർത്ഥിക്കുള്ളൂ, അത് സംശയമല്ല, പക്ഷെ പ്രാർത്ഥിക്കാറില്ല. നമ്മുടെ ജീവിതം പരിശോധിച്ചാൽ ഇന്നത്തെ ഈ ഒരു ദിവസം വരെ പ്രാർത്ഥനയുടെ എത്ര സമയങ്ങൾ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയി. നമ്മൾ എത്ര ആൾക്കാർ അള്ളാഹിനോട് ആവശ്യപ്പെട്ടു, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, അല്ലയോ ജനങ്ങൾ, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഫക്കീറുകളാണ്, നിങ്ങൾ ചോദിക്കേണ്ടവരാണ്, യാചിക്കേണ്ടവരാണ്. ആ ചോദിക്കുന്ന അള്ളാഹുവിന് ഇഷ്ടമാണ്. ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ കൈ മടക്കൂല, പിന്നെ മടക്കി ഒന്നും കൊടുക്കാതെ പറഞ്ഞയക്കൂല എന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങൾ എത്ര മനോഹരമാണ്. ആ വാഗ്ദാനങ്ങളിലാണ് നമുക്ക് പ്രതീക്ഷ. മനസ്സിലാവുണ്ടോ? ആ വാഗ്ദാനങ്ങളിൽ നമുക്ക് പ്രതീക്ഷ ഉള്ളത് അള്ളാഹുവിൻ്റെ ഒറ്റ വാഗ്ദാനം, അത് മാത്രം നമ്മളിങ്ങനെ പഠിച്ചാൽ മതി. നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ നൽകാം. ഇത് വണ്ടിയും സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കാനുള്ളതല്ല. ലഇൻ ശക്കർതും ലഅസീദന്നകും, ഇതിൻ്റെ അപ്പുറത്തുണ്ട്. എന്നറിയോ, നിങ്ങൾ നന്ദി കേടി കാണിച്ചാൽ നിങ്ങൾക്ക് ശിക്ഷ കിട്ടുന്നു. അത് ആരും എഴുതി വെച്ചിട്ടുണ്ടാവില്ല, അതുകൂടി പറയണം. മനസ്സിലാണോ? അപ്പൊ നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾ കൂടുതൽ നൽകും. അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെയും ഓർക്കും. നിങ്ങൾ എന്നിലേക്ക് നടന്നാൽ ഞാൻ നിങ്ങളിലേക്ക് ഓടിയടക്കും. നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. നിങ്ങൾ എന്നെ സഹായിച്ചാൽ ഞാൻ നിങ്ങളെ സഹായിക്കും. എത്ര മനോഹരമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനങ്ങൾ. അതുകൊണ്ട് റബ്ബിലാണ് നമ്മുടെ ഏതൊരു പ്രതിസന്ധി മുന്നിൽ വന്നാലും നമുക്ക് പ്രതീക്ഷ വെക്കാനുള്ളത്. അതല്ലാതെ എവിടെയും നമ്മൾ പോയിട്ട് കാര്യമില്ല, എവിടെയും പോയി പറഞ്ഞിട്ട് കാര്യമില്ല. പ്രാർത്ഥന കേൾക്കാനും ഉത്തരം നൽകാനും അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് അതിന് കഴിവുള്ളവൻ. അവനാണ് സമീഉ ദുആ, പ്രാർത്ഥന കേൾക്കുന്നവനെന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനോട് ഒരു കാര്യം നമ്മൾ ചോദിച്ച് വാങ്ങേണ്ടതാണ്. അള്ളാഹു നൽകുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. ചോദിക്കുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ നിരന്തരമായി പ്രാർത്ഥിക്കുന്നവരായി. ഇനിയോ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ ഇഷ്ടപ്പെട്ടിരിക്കുക. റസൂലുള്ളാഹിക്ക് ഒരു വിശ്രമം കൊടുത്തിട്ടില്ല. മനസ്സിലാവുണ്ടോ? വിശ്വാസികൾക്കും പരീക്ഷണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിന, സത്യവിശ്വാസിയാണോ സത്യവിശ്വാസിനിയാണോ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഏതിൽ? ഫി നഫ്സിഹി വവലദിഹി വമാലിഹി, സ്വത്തിൽ, പിന്നെ സന്താനങ്ങളിൽ, ശരീരത്തിൽ. ഏതുവരെ? കുറച്ചു കാലത്തിനല്ല. ഹത്താ യൽഖല്ലാഹ തആല വമാ അലൈഹി ഖതിഅ, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ ഉണ്ടാവും. കണ്ടുമുട്ടുമ്പോൾ ഇവർക്കൊരു പ്രത്യേകത ഉണ്ട്, ഒരു തെറ്റുണ്ടാവില്ല ജീവിതത്തിൽ. പ്രയാസങ്ങൾ ക്ഷമിച്ചപ്പോൾ, പരീക്ഷണങ്ങളിൽ ക്ഷമ കൈക്കൊണ്ടപ്പോൾ അവന്റെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുത്തു. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, പ്രവാചകനേക്കാൾ രോഗം കൊണ്ട് വേദന അനുഭവിച്ച മറ്റൊരാളെയും ഞാൻ കണ്ടിട്ടില്ല. ഒരു ഭാഗത്ത് അത്, അല്ലെ, കുടുംബപരമായ പ്രശ്നങ്ങൾ, മറ്റു ഭാഗത്ത് മരണങ്ങൾ, വേറെ ഭാഗത്ത് ഒക്കെ ഉണ്ടായി. യുദ്ധങ്ങളും ശത്രുക്കൾ കുഴിക്കുന്ന കുഴികളും ജൂതന്മാരുടെ പിന്നെ കുതന്ത്രങ്ങളും. അതിനധികം മദീനയിലെ ഒരു രാത്രി നമ്മൾ അറിയിച്ചോക്കി, സ്വന്തം വീട്ടിൽ നിന്ന് ഒരു അടക്കം പറയണം. എന്താ അറിയോ? ആരാണ് ഈ രാത്രി ഒന്ന് വന്ന് കാവൽ നിൽക്കുക? പേടിച്ചിട്ടേ, ആരാണ് ഈ രാത്രി ഒന്ന് കാവൽ നിൽക്കുക? കാരണം അന്ന് ഉള്ളിലത്തെ ശത്രുക്കൾ, മുനാഫികളുടെ ഒരു പേടിയുണ്ട്, പുറത്ത് ജൂതന്മാരുടെ പേടിയും. ആ ഒറ്റ രാത്രി കഴിച്ചു കൂട്ടാൻ റസൂൽ ഏടെ പ്രയാസപ്പെട്ടു. മനസ്സിലുണ്ടോ? അതുകൊണ്ട് റസൂൽ വീട്ടിൽ നിന്ന് അടക്കം പറയണം, ഉറക്ക വിളിച്ചു പറയല്ല. ആരാണൊന്ന് കാവൽ നിന്ന് പിന്നെ നിൽക്കാൻ വേണ്ടി കിട്ടുക?
ആരാണ് കാവലിന് എൻ്റെ വീടിൻ്റെ പരിസരത്ത് വരാമെന്നാണ്. അങ്ങനെ റസൂലുള്ളാഹി പറയണമെങ്കിൽ എത്രത്തോളം പേടിയും ഭീതിയും അള്ളാഹു അങ്ങനെ പരീക്ഷിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയണേ, ഈ ശബ്ദം ഞാനല്ലാതെ ഒരാൾ കേട്ടിട്ടില്ല. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ രാത്രി ഇരുട്ടിന്റെ മറവിൽ ആയുധധാരിയായ ഒരു മനുഷ്യൻ നടന്നു വരികയാണ്. റസൂലുള്ളാഹി കാതോർക്കാണ്, ആയിഷ ബീവി കാതോർക്കാണ്, ആരാണ് ഈ വീടിന്റെ പരിസരത്തിലേക്ക് ആയുധങ്ങൾ ധരിച്ച് സർവ്വസൈന്യാധിപനായ ഒരു മനുഷ്യൻ നടന്നു വരുന്ന ശബ്ദമാണ്. ആ നടന്ന ശബ്ദം വീടിന്റെ അരികിലെത്തിയപ്പോ റസൂലുള്ളാഹി ചോദിക്കാണ്, ആരാണ്? അദ്ദേഹം പറഞ്ഞു, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. എന്താ സഅദ് ഈ രാത്രി? റസൂൽ, ഈ രാത്രി താങ്കൾ അവിടെ ഒറ്റക്കാക്കിയിട്ട് ഉറങ്ങാൻ മനസ്സ് സമ്മതിക്കണില്ല. പ്രവാചകന്റെ മനസ്സ് വായിച്ചിട്ട് ആലോചിച്ചു നിങ്ങൾ, പ്രവാചകൻ ഈ പറഞ്ഞത് ഒരാൾ കേട്ടിട്ടില്ല. ആയിഷ ബീവി അല്ലാതെ ഒരാളുടെയും കാതിൽ ഈ കാര്യം എത്തിയിട്ടില്ല. പക്ഷെ സഅദ് റളിയല്ലാഹു അൻഹു ഇത് മനസ്സിലാക്കിയിട്ട് വീട്ടിൽ നിന്ന് ആയുധം ധരിച്ച് ഉറങ്ങാതെ കാവൽ നിൽക്കാൻ വേണ്ടി വന്നിട്ട്, അതായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം. പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വേദനകൾ, പക്ഷെ അവിടെയെല്ലാം പ്രവാചകൻ അള്ളാഹു എന്നെ കൈയൊഴിഞ്ഞു എന്നൊരു വാചകം ഒരിക്കലും പറഞ്ഞിട്ടില്ല. എനിക്കെന്താ ഇങ്ങനെ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടില്ല. നമുക്കെന്തെങ്കിലും വന്നാൽ എല്ലാം ദീനീയപരമായ കാര്യങ്ങൾ, പള്ളിയിൽ പോണ അല്ലെ, ഖുർആൻ ക്ലാസ്സിന് പോണ, എനിക്കെന്താ ഇങ്ങനെ ഇല്ല. എല്ലാ നിലക്കും അള്ളാഹുവിലുള്ള വരമേൽപ്പിക്കൽ, അതിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയി അള്ളാഹു വിധിച്ചൊരു കാര്യം അത് നടപ്പിലാകും അല്ലെ, നമ്മുടെ ഈമാന്റെ ഭാഗമാണ്. നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ നമുക്കും സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ നന്മകൾക്കും അള്ളാഹു നമ്മെ സാക്ഷിയാക്കുമാറാകട്ടെ. നമ്മെ തേടി വരുന്ന മുസീബത്തുകളെ അള്ളാഹു നമ്മിൽ നിന്ന് വഴിമാറ്റുമാറാകട്ടെ. ഈ പരിശുദ്ധ റമദാൻ നമ്മൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ റമദാനെ പൂർത്തീകരിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.